Good afternoon. ഒരു പ്രിപ്പറേഷൻ ഇല്ല ഞാൻ വന്നിരിക്കുന്നത്. കാരണം അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ്. കാരണം എനിക്ക് അത് മാത്രമേ ഉള്ളൂ. ശരിക്കും KSEB ഉള്ള എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് വൈദ്യുതി ഉത്പാദിപ്പിക്കുക, അത് വിതരണം ചെയ്യുക, വിതരണം ചെയ്യുക എന്നുള്ള മെയിൻ ബിസിനസ്. അതിനിടയ്ക്ക് ഒരു IT എങ്ങനെ കഴിയുന്നു പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും IT ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ട്. പവർ സെക്ടർ IT-ആയിട്ട് കണക്ട് ചെയ്ത് വരേണ്ടി വരും. നിങ്ങളുടെ ബില്ലിംഗ് ആയാലും മെറ്റീരിയൽ മാനേജ്മെന്റ് ആയാലും ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ആയാലും ഏതായാലും അതിനകത്തൊരു കമ്പ്യൂട്ടറൈസേഷൻ ഉണ്ട്, അതിനകത്ത് IT പാർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് KSEBക്ക് ഒരു IT വിങ് വേണം. അപ്പോൾ ഈ KSEBയുടെ IT വിങ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരിക്കലും IT എഞ്ചിനീയേഴ്സ് നടത്തിയിട്ടാണ്. ഞാൻ കമ്പ്യൂട്ടറായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല ശരിക്കും. 1995 എൻ്റെ അനിയൻ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കൊണ്ടിരിക്കും. അന്ന് എനിക്ക് ഞാൻ ദൂരദർശനിൽ വർക്ക് ചെയ്തു. ദൂരദർശനിൽ നിന്ന് റിസൈൻ ചെയ്തു KSEBയിലോട്ട് വന്ന സമയത്ത് അന്ന് ദൂരദർശനിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളതെല്ലാം വാങ്ങി ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. അത് മുഴുവൻ കൊണ്ടുപോയി അനിയന് കൊടുത്തു. അനിയൻ പേരുണ്ടായിരുന്ന കാശും കൊടുത്ത് കമ്പ്യൂട്ടർ വാങ്ങി. നമ്മുടെ Pentium 5 എന്ന് പറയുന്ന സാധനം ഇന്ന് ചുമ്മാ കൊടുക്കാന്ന് പറഞ്ഞാൽ എഴുതുന്നില്ല സാധനം. അന്ന് 1 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ആ സാധനം വാങ്ങിയത്. എനിക്കത് പ്രതീക്ഷ കൊടുക്കുകയാണെങ്കിൽ സംഭവമൊന്നുമില്ല. ഞാൻ 286 മേടിച്ചിരിക്കുന്നത് 586 ആണ് ഞാൻ 1 ലക്ഷം രൂപ. അപ്പൊ അന്ന് കമ്പ്യൂട്ടർ അങ്ങനെയാണ് ഞാൻ ആദ്യം പുസ്തകം നോക്കുന്നത് പോലും അപ്പോഴാണ്. എന്റെ വീട്ടിൽ വാങ്ങിയതിനു ശേഷമാണ് പുസ്തകം നോക്കുന്നത്. അങ്ങനെ കമ്പ്യൂട്ടർ നോക്കി വായിച്ചു പഠിച്ചു. പിന്നെ ആനിമേഷൻ സോഫ്റ്റ്വെയർ വായിച്ചു പഠിച്ചു ചെയ്തു പഠിച്ചു. അങ്ങനെയൊക്കെയാണ് കമ്പ്യൂട്ടറായിട്ട് ബന്ധമാണ്. KSEBിയുമായിട്ട് യാതൊരു ബന്ധമില്ല. KSEBിന് പലപ്പോഴും ഇതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. ഇയാൾക്ക് കമ്പ്യൂട്ടർ പാട്ട് മാത്രമല്ല എന്നെ പറ്റി ഒരാൾ എനിക്ക് പ്രസംഗിക്കുക പോലും ചെയ്തിട്ടുണ്ട്. കാരണം അത് പല ആൾക്കാർക്കാണ് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് കമ്പ്യൂട്ടർ അറിയാവുന്നത്. അപ്പൊ ആ സമയത്താണ് എന്നെ ഈ കമ്പ്യൂട്ടർ ഇന്ത്യയിലേക്ക് പോസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും അന്ന് ഞാൻ ഈ വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള കുറെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ട്. ആനിമേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. മുൻഷി എന്ന് പറയുന്ന പ്രോഗ്രാം ആദ്യം എഴുതി കളിക്കുന്ന ഒരു സാധനമുണ്ടോ, അത് ഞാൻ ചെയ്തതാണ്. അത് കമ്പ്യൂട്ടർ ഒന്നും പഠിക്കാതെ ഈ സാധനങ്ങളൊക്കെ വായിച്ചു കണ്ടും കേട്ടുമൊക്കെ ചെയ്ത സാധനമാണ്. അപ്പൊ അത് കണ്ടിട്ടാണ് ഈ കമ്പ്യൂട്ടറൈസേഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് ഈ ലിനക്സിലേക്ക് മാറുന്നു അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സിലേക്ക് KSEB മാറുന്നു എന്നൊരു സ്റ്റേജിലാണ്. ഞാൻ വരുന്ന സമയത്ത് അതൊന്നുമല്ലായിരുന്നു. വിൻഡോസ് ബേസ്ഡ് ആയിട്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 2003 സെർവറിൽ ബേസ് ചെയ്ത ഒരു ബിൽഡിംഗ് സോഫ്റ്റ്വെയർ ആണ് KSEB ഉപയോഗിച്ചത്. ആ സമയത്താണ് മിനിസ്ട്രി മാറി പുതിയ ഗവൺമെന്റിന്റെ IT പോളിസി ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് KSEB ഇനി മുതലുള്ള ഡെവലപ്മെന്റ്സും ഓപ്പൺ സോഴ്സിലായിരിക്കണം. KSEBയുടെ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞാൻ ഈ സാധനം ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അപ്പൊ ആദ്യമായിട്ട് KSEBയിൽ വന്നതിന് ശേഷം KSEBയിൽ ആ ഒരു വിങ്ങിൽ വന്നതിന് ശേഷമാണ് ലിനക്സ് എന്ന് പറയുന്ന സാധനം ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഈ ലിനക്സിന്റെ ഇൻസ്റ്റലേഷൻ ഇന്ന് അരുൺ സാർ വരുമെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് ഒരു ഡെബിയൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു CD എനിക്ക് തരുന്നത് അരുൺ സാറാണ്. ഞങ്ങളുടെ ഈ IT ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ചേഞ്ച് ഓവർ വന്ന സമയത്ത് അത് ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് കുറെ കൂടെ അറിയുന്ന ആൾക്കാർ ഞങ്ങളുടെ കൺസൾട്ടൻസ് ആയിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ഉപദേഷ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് അതിലൊരു പ്രധാന വ്യക്തിയായിരുന്നു അരുൺ സാർ. അപ്പൊ അരുൺ സാറാണ് അന്ന് എനിക്ക് ഡെബിയൻ 4 അന്ന് ഉണ്ടായിരുന്ന ഡെബിയൻ 4 അന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. ടെസ്റ്റിംഗ് വേർഷനാണ് തന്നത്. ആ സാധനമാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എനിക്ക് തന്നത്. അപ്പൊ ആ സാധനം ഒരു സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്ത് ആക്ച്വലി പഠിക്കുകയായിരുന്നു പുള്ളി. അതിൻ്റെ ആദ്യത്തെ വശങ്ങൾ പ്രധാനമായിട്ട് ആ പുള്ളി പറയാൻ കാരണം ഞങ്ങൾക്ക് റെയ്ഡ് കോൺഫിഗറേഷൻ വേണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പൊ റെയ്ഡ് കോൺഫിഗറേഷൻ വരുന്ന സമയത്ത് അറിയോ, റെയ്ഡ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റെയ്ഡ് റിഡൻഡന്റ് അറേ ഓഫ് ഇൻഡിപെൻഡന്റ് ഡിസ്ക്. അതായത് ഒരു ഡിസ്ക് ഫെയിൽ ആയാലും പകരം വേറൊരു ഡിസ്ക് ഉണ്ടാവണം. കാരണം ബില്ലിംഗ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹാർഡ് ഡിസ്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓപ്പറേഷൻ അവിടെ നിൽക്കാൻ പാടില്ല, ആ ബില്ലിംഗ് വർക്ക് നിൽക്കാൻ പാടില്ല. ആൾക്കാർ KSEBയുടെ ഓഫീസിന്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ ഒരു ബാങ്കിൽ പോയിട്ട് പൈസ അടയ്ക്കാൻ അല്ലെങ്കിൽ പൈസ എടുക്കാൻ, നിങ്ങളുടെ പൈസ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നത് സെർവർ വർക്ക് ചെയ്യുന്നില്ല, ഇന്നിപ്പോൾ ഓപ്പറേഷൻ നടക്കത്തില്ല. എന്ത് ചെയ്യും നിങ്ങൾ മിണ്ടാതെ പോരും. നിങ്ങളൊരു വില്ലേജ് ഓഫീസിൽ പോയി അവിടെ പോയിട്ട് ഇന്ന് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ മിണ്ടാതെ പോരും.
അതേസമയം KSEBയിൽ പണം അടയ്ക്കാനായിട്ട് ഒരാൾ വന്നിട്ട് അവിടെ സെർവർ വർക്ക് ചെയ്യുന്നില്ല, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. അവിടെ ചിലപ്പോൾ അടി നടക്കും. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. KSEBയെ അത്ര ഇഷ്ടമാണ് ആൾക്കാർക്ക്. അതുകൊണ്ടാണ് എനിക്കും തോന്നുന്നത്. വേറെ കാരണങ്ങളൊന്നും ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയിട്ട് മാറും പലപ്പോഴും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 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 സിറ്റുവേഷനിലാണ് നമ്മൾ ഈ പറഞ്ഞ ഈ കമ്പ്യൂട്ടറൈസേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റെയ്ഡ് സിസ്റ്റം വേണമെന്ന് ഞങ്ങൾ ശടിക്കുന്നത് പറഞ്ഞാൽ ഒരു ഡിസ്ക് പോയാലും ആ ഫങ്ഷണാലിറ്റി അവിടെ ഉണ്ടാവണം. അതുകൊണ്ട് നമ്മൾ റെയ്ഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ റെയ്ഡ് ലിനക്സ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നില്ല, അത് വിൻഡോസ് സിസ്റ്റത്തിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് അരുൺ സാറിന് കൊടുത്തൊരു പ്രോബ്ലം, അത് സോൾവ് ചെയ്ത് തരാനായിട്ട് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു അത് കുഴപ്പമില്ല, അതിന് സോഫ്റ്റ്വെയർ റെയ്ഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു എന്താ ഈ സോഫ്റ്റ്വെയർ റെയ്ഡ് മാത്രമാകാൻ കാരണം, ഇവിടെ എന്തുകൊണ്ടാണ് ഹാർഡ്വെയർ റെയ്ഡ് പോസിബിൾ ആവാത്തത്? അത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ഇപ്പോൾ ഇറങ്ങുന്ന ഈ മദർ ബോർഡുകൾ റെയ്ഡ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കുന്ന മദർ ബോർഡുകൾ ആക്ച്വലി അതൊരു കള്ള റെയ്ഡാണ്. അത് ആക്ച്വലി റെയ്ഡ് അല്ല. റെയ്ഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഹാർഡ്വെയർ ബേസ്ഡ് സാധനമാണ്. അതായത് ഇങ്ങനെ ഒരു ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ 2 ഹാർഡ് ഡിസ്കിനെ ഒന്നായിട്ടേ അത് കാണിക്കാൻ പാടുള്ളൂ. ഈവൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോഴേക്കും അവിടെ ഒരു ഹാർഡ് ഡിസ്കേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ ഇത്തരം മദർ ബോർഡിൽ, അതായത് ചീപ്പ് സാറ്റ ഡിസ്ക് വെച്ചിരിക്കുന്ന ഇപ്പോഴത്തെ മദർ ബോർഡുകളിൽ അവർ പറയും റെയ്ഡ് ഉണ്ടെന്ന് പറയും. പക്ഷേ ആ റെയ്ഡ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റലേഷൻ ടൈമിൽ ഒരു ഫ്ലോപ്പിയോ ഒരു CD ഇട്ട് കൊടുത്തിട്ട് ആ ഡ്രൈവർ തൽക്കാലം അതിന് മെമ്മറിയിൽ ലോഡ് ചെയ്താൽ മാത്രമേ ഇത് റെയ്ഡായിട്ട് എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു ഫേക്ക് റെയ്ഡാണ്. അപ്പോൾ അതിന് ഇതിൻ്റെ പേരും അത് തന്നെയാണ്, ഫേക്ക് റെയ്ഡ് എന്നാണ് പറയുക, ഒറിജിനൽ റെയ്ഡ് അല്ല. അതേസമയം നിങ്ങളൊരു 10,000 രൂപ കൊടുത്തിട്ട് ഒരു റെയ്ഡ് കാർഡൊക്കെ വാങ്ങി വെച്ചിട്ട് ഒരു റെയ്ഡ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കി, OS ഇൻസ്റ്റാൾ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരൊറ്റ ഹാർഡ് ഡിസ്കേ ഉണ്ടാവുള്ളൂ. അവിടെ നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ അവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഈ റെയ്ഡിൻ്റെ ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഡെബിയൻ ഇൻസ്റ്റലേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഡെബിയൻ ഇൻസ്റ്റലേഷനിൽ സോഫ്റ്റ്വെയർ റെയ്ഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് എൻ്റെ ഇനിഷ്യൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പക്ഷെ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നും ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ ചലഞ്ചസ് ഉണ്ട്. ഒന്നാമത്തെ ചലഞ്ച് യൂസേഴ്സ് ആണ്. യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നോർമലി KSEBയെ സംബന്ധിച്ചുള്ള യൂസേഴ്സ് കമ്പ്യൂട്ടർ കണ്ടിട്ടുള്ളവർ തന്നെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഞാനൊരു ഓഫീസിൽ പോയപ്പോഴേക്കും കാഷ്യറെ ഫസ്റ്റ് കളക്ഷൻ എടുക്കാൻ പഠിക്കണം. അവിടെ ക്യൂ നിൽക്കുകയാണ്, 10-15 പേര് ക്യൂ നിൽപ്പുണ്ട്. ഈ കാഷ്യറെ ഫസ്റ്റ് കളക്ഷൻ എടുക്കാൻ പഠിപ്പിക്കുമ്പോൾ ഇയാൾ മൗസ് വലത്തോടെ നീക്കാൻ പറഞ്ഞപ്പോൾ ഇയാൾ ചെയ്തെന്ന് പറയാം, മൗസ് ഇങ്ങനെ വെച്ചിട്ട് ബാക്കിൽ നിന്ന് ഉന്തി കൊടുക്കുക. അങ്ങനെയാണ് മൗസ് ഉപയോഗിക്കുന്നത്. ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഇന്നിപ്പോൾ ഞങ്ങളുടെ യൂസേഴ്സ് എല്ലാം ഭയങ്കര എക്സ്പേർട്സ് ആയി, നന്നായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരായിട്ട് മാറി. അപ്പോൾ ഇത്തരത്തിലുള്ള ചലഞ്ചിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. ഒന്ന്, യൂസേഴ്സിനെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഒരു പക്ഷേ ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അതായത് യൂസേഴ്സിനെ ഒന്നും അറിഞ്ഞിടാത്ത യൂസേഴ്സിനെ ലിനക്സ് ബേസ്ഡ് കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അതേസമയം വിൻഡോസ് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾക്ക് ലിനക്സ് പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഓൾറെഡി ഒരു സാധനത്തിലേക്ക് അങ്ങ് ട്യൂൺഡായിപ്പോയി. അപ്പോൾ അതിനകത്ത് നിന്ന് വരാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. കാരണം വിൻഡോസിനകത്ത് എന്തോ ചെയ്യുന്നത്, വിൻഡോസിൻ്റെ മെയിൻ അജണ്ട എന്താണെന്നറിയോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പണ്ട് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് IBM അവരുടെ കമ്പ്യൂട്ടർ ടെക്നോളജി ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാനായിട്ട് അവർ ഫ്രീ ആയിട്ട് അത് സപ്ലൈ ചെയ്തപ്പോഴാണ് ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ വന്നത്. അങ്ങനെ വന്നപ്പോഴേക്കും ധാരാളം കമ്പ്യൂട്ടറുകൾ ഓരോ വീടുകളിലും വരാൻ തുടങ്ങി. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബിൽ ഗേറ്റ്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനു വേണ്ടി ഉണ്ടാക്കിയത്. ചീപ്പായിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. കാര്യം നിലവിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് കാരണം ഇത്തരം ഓരോ വീടുകളിലും ഒരു കമ്പ്യൂട്ടർ എന്നൊരു സാധ്യത വന്നപ്പോൾ ആ കമ്പ്യൂട്ടറുകൾക്കെല്ലാം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമായിട്ട് വരും. അത് ചീപ്പായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധനം വിറ്റഴിക്കാൻ പറ്റുമെന്ന് അന്ന് മനസ്സിലാക്കിയിട്ട് ബിൽ ഗേറ്റ്സ് ഡോസും വിൻഡോസും എല്ലാം ഉണ്ടാക്കിയത്. ഡോസ് ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിലാണ് ഇങ്ങനെ ഓരോ വീട്ടിലും കമ്പ്യൂട്ടർ വരുമ്പോൾ ഈ ഓരോ വീട്ടിലുള്ള ആൾക്കാരും ടെക്നോളജിയായിട്ട് ബന്ധമുള്ള ആൾക്കാരാണോ? അവരാരും എഞ്ചിനീയേഴ്സ് അല്ല. അപ്പോൾ അവരെന്തിനാണ് കമ്പ്യൂട്ടർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക? നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ? എന്തിനാണ് ഒരാൾ ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക? ഗെയിം കളിക്കാൻ, സിനിമ കാണാം, പാട്ട് കേൾക്കാം. ഇത് മൂന്നും അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒരു ഉപയോഗം നോർമലി
ഒരു സാധാരണ യൂസറിന് കമ്പ്യൂട്ടറിലില്ല. അപ്പൊ ഇങ്ങനെ ഒരാൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ചെല്ലുമ്പോൾ അയാളെടുത്ത് ഇതിനകത്ത് കമാൻഡ്സ് ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അയാൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ഫയൽ എടുത്ത് അതിന്റെ പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യും, എന്നാൽ ഈ സാധനം മുഴുവൻ ഇൻസ്റ്റാൾ ആയി വരും. അങ്ങനെ ഇൻസ്റ്റലേഷൻ വരുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് വിൻഡോസിനകത്തുള്ള ഓരോ സാധനം ഒരു സെറ്റപ്പ് ഫയൽസ് ഉണ്ടാവും. പക്ഷേ ആ സെറ്റപ്പ് ഫയലിനകത്ത് എന്തുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ആകെ അറിയാവുന്ന അത് ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് ഇൻസ്റ്റലേഷൻ തുടങ്ങും. ഇൻസ്റ്റലേഷൻ തുടങ്ങുന്ന സമയത്ത് ഈ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തുള്ള വിവരങ്ങൾ പുറത്തേക്ക് അയക്കാനും അതിന് പറ്റും. അങ്ങനെ അയക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? നോക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഇല്ല എന്ന് പറയുന്നതാരാ? മൈക്രോസോഫ്റ്റ് പറയും ഞങ്ങളുടെ സോഫ്റ്റ്വെയറിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മൈക്രോസോഫ്റ്റ് പറഞ്ഞാൽ നമ്മളത് അങ്ങനെ തന്നെ വിഴുങ്ങേണ്ടി വരും. അതാണ് സത്യം എന്ന് പറയും. അതേസമയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ സെറ്റപ്പ് ഫയലിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന കോഡ് എന്താണെന്നോ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമുക്കത് ഓഡിറ്റ് ചെയ്യാൻ രണ്ടാമതൊന്ന് വായിച്ചു നോക്കാനായിട്ട് നമുക്കൊരു സാധ്യതയില്ല. അതേസമയം നിങ്ങളൊരു ഓപ്പൺ സോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ഓരോ ഫയലുകളും നിങ്ങൾക്ക് തുറന്നു നോക്കാനും അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് കോഡ് വായിച്ചു നോക്കാനുമുള്ള സ്വാതന്ത്ര്യത്തോടു കൂടെയാണ് നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ തരുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് സെക്യൂർഡ് ആണെന്ന് എല്ലാവരും പറയും. സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയും. പക്ഷേ സെക്യൂരിറ്റി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കണം. അല്ലാതെ നമുക്കൊരിക്കലും അത് ഓഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് തുറന്ന് കാണിച്ച് തരണം. പക്ഷെ അത് തരത്തില്ല. ഈ ക്ലോസ്ഡ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കോപ്പി ലെഫ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒരിക്കലും, അല്ലെങ്കിൽ കോപ്പി റൈറ്റഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സാധനത്തിൽ ഒരിക്കലും നമുക്ക് സോഴ്സ് കോഡ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഓപ്പൺ സോഴ്സും ഈ ലിനക്സ് ബേസ്ഡ് അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സും പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഇനി നമ്മൾ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിൽ നിന്നും ലിനക്സ് ബേസ്ഡ് അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ചലഞ്ച് യൂസേഴ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അടുത്ത ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ അടുത്ത ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ KCBയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏതാണ്ട് 6000 സിസ്റ്റത്തിൽ ഓൾറെഡി വിൻഡോസ് ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഈ 6000 സിസ്റ്റത്തിലും ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. കാരണം ഞങ്ങളുടെ ഒരു സ്റ്റാഫും ലിനക്സിനകത്ത് യാതൊരു പരിചയവുമില്ല, അവർ കണ്ടിട്ടുമില്ല. അപ്പം ഞങ്ങൾ ഈ IT-യുടെ ചെറിയൊരു ഗ്രൂപ്പ് ഡെബിയൻ ലിനക്സ് 4 എടുത്തു വെച്ചിട്ട് ഒരു ഉബുണ്ടും എടുത്തു വെച്ച് ഇതിനെ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് പഠിച്ച് അവസാനം ഞങ്ങൾ ഒരു ഇൻസ്റ്റലേഷന് വേണ്ടി ഒരു ട്രെയിനിങ് മോഡ്യൂൾ ഉണ്ടാക്കി. ആ ഇൻസ്റ്റലേഷന് വേണ്ടി ട്രെയിനിങ് മോഡ്യൂൾ ഉണ്ടാക്കിയാൽ ആ ഇൻസ്റ്റലേഷൻ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ സാധാരണ മോഡ്യൂളൊന്നും അല്ലായിരുന്നു. ഈവൻ ഞങ്ങൾ തുടക്കക്കാരായ ഞങ്ങൾ ചെയ്തത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓരോ ഓഫീസിലും 6 കമ്പ്യൂട്ടർ ഉണ്ട്. ഈ 6 കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഒരു CD ഇട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. CD ഇട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഇൻസ്റ്റലേഷൻ ടൈമിൽ നമ്മൾ വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിന് ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും മാത്രമേ ഇതിനകത്തേക്ക് ഒരു പാഷൻ നമുക്ക് വരുള്ളൂ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാഷൻ, അതിനോടുള്ള ഒരു പാഷൻ ഉണ്ടാവണം. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് അതിനകത്തോട് ജനറേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റലേഷൻ സ്കീം തന്നെ അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഇൻസ്റ്റലേഷനാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ 6 കമ്പ്യൂട്ടർ ഉണ്ട്. അതിൽ ഒരു കമ്പ്യൂട്ടറിൽ ഈ 2 ഡിസ്കുള്ള ഒരു കമ്പ്യൂട്ടറിൽ ഡെബിയൻ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഡെബിയൻ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡെബിയനെ ഒരു ഇൻസ്റ്റലേഷൻ സെർവറാക്കി മാറ്റാനായിട്ടുള്ള കുറച്ച് 1-2 പാക്കേജുകളും ഇൻസ്റ്റാൾ ചെയ്യുക, 1-2 സ്ക്രിപ്റ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഇൻസ്റ്റലേഷൻ സെർവറായിട്ട് മാറും. എന്തിൻ്റെ? ഉബുണ്ടുവിൻ്റെ ഇൻസ്റ്റലേഷൻ സെർവറായിട്ട് മാറും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഉബുണ്ടു ഈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാം ഈ 6 മെഷീനും നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ 6 മെഷീനും ജസ്റ്റ് പവർ ഓൺ ചെയ്താൽ മതി. പവർ ഓൺ ചെയ്ത് ബൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഇൻസ്റ്റലേഷൻ സെർവറിൽ നിന്നും ഫയലുകൾ എടുത്ത് ഇവൻ സ്വയം അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കില്ലേ സാറിന്? ഒരു ഇൻസ്റ്റലേഷൻ ടൈമിന് യൂസർ നെയിം എന്താണ്, പാസ്വേഡ് എന്താണ്, നിങ്ങളുടെ കൺട്രി ഏതാണ്, നിങ്ങളുടെ ലാംഗ്വേജ് എന്താണ്,
പിന്നെ ഡിസ്കിന്റെ പാർട്ടീഷൻ സ്കീം എന്താണ്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം ആ സെർവറിൽ, ഡെബിയൻ സെർവറിൽ പ്രീ സപ്ലൈഡ് ആണ്. എല്ലാം അവിടെ ഒരു ഫയൽ ഇതെല്ലാം ഈ ഉത്തരങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലയന്റ് കമ്പ്യൂട്ടേഴ്സ് ബാക്കിയുള്ള 5 ക്ലയന്റ് കമ്പ്യൂട്ടേഴ്സും പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ അങ്ങോട്ട് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ എഞ്ചിനീയർക്ക് തന്നെ ഇതൊരു രസമാണ്. അയാൾ ഇതുവരെ കണ്ടിട്ടില്ല 5 കമ്പ്യൂട്ടറിൽ ഒരേ സമയത്ത് ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടെയുള്ള ഓഫീസിലുള്ള ആൾക്കാർ അവർ നോക്കുമ്പോൾ അവർക്കും രസമാണ്. അപ്പം ഇത് തന്നെ ആ ഇൻസ്റ്റലേഷൻ സ്റ്റേജിൽ തന്നെ ഇവരുടെ എല്ലാം ആ ഇൻട്രസ്റ്റ് പിടിച്ചു പറ്റാൻ പറ്റിയെന്നുള്ളതാണ് ആ ഒരു ഇൻസ്റ്റലേഷൻ സ്കീമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ ആരും അത് ഉപയോഗിക്കുന്നില്ല. കാരണം വെച്ചാൽ ഞങ്ങളുടെ ഇത് അങ്ങനെ ഒരു ബൾക്ക് ഇൻസ്റ്റലേഷൻ ഇന്ന് ആവശ്യമില്ല. ഏതെങ്കിലും സിസ്റ്റം മാറ്റുകയോ അല്ലെങ്കിൽ മദർ ബോർഡ് മാറുകയോ അല്ലെങ്കിൽ OS മാറണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഇൻസ്റ്റലേഷൻ വേണ്ടി വരുള്ളൂ. അതിന് നെറ്റ്വർക്ക് ഇൻസ്റ്റലേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇൻസ്റ്റലേഷനിൽ ഇങ്ങനെ നൂതനമായിട്ടുള്ള ഒരുപാട് വിദ്യകൾ ഈ ഓപ്പൺ സോഴ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ നോക്കണം എന്ന് നമ്മൾ അറിയണം, നോക്കാനുള്ള താല്പര്യവും കാണിക്കണം. അത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത് വിശാലമായ ഒരു അറിവിൻ്റെ സമുദ്രമാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത, അതായത് ചിന്തിക്കുന്ന നമ്മൾ 1-2 ആൾക്കാരല്ല, ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും അല്ലെങ്കിൽ മിടുക്കന്മാരായ ഒരുപാട് ആൾക്കാർ ഉണ്ട്. അവരെല്ലാവരും മൈക്രോസോഫ്റ്റിനകത്തൊന്നും അല്ല വർക്ക് ചെയ്യുന്നത്, KSEBക്കകത്തും അല്ല വർക്ക് ചെയ്യുന്നത്. മിടുക്കന്മാരൊക്കെ പുറത്താണ്. ഈ മിടുക്കന്മാർ ആലോചിച്ചുണ്ടാക്കിയ ഒത്തിരി വിദ്യകൾ ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ മാറ്റിയെടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ മാറ്റിയിട്ട് നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിൽ നിന്ന് ഓപ്പൺ സോഴ്സിലേക്ക് വരുന്ന ആ ഒരു ഫേസിൻ്റെ ഒരു സ്റ്റേജ് വളരെ സ്മൂത്തായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഇത് ഇൻസ്റ്റലേഷൻ കഴിയും. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ, ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. KSEBയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം അറിയാം, 1 കോടിയിലധികമാണ്. 1 കോടിയിലധികം കസ്റ്റമേഴ്സിൻ്റെ ബില്ലിംഗ് ആണ് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഈ 1 കോടി ഞങ്ങൾ ഒരുമിച്ചെടുക്കാതെ ഒരു ഓഫീസിലുള്ള കസ്റ്റമേഴ്സിന് ഒരു സോഫ്റ്റ്വെയർ അവിടെ പ്രൊവൈഡ് ചെയ്യുക. ഒരു ഓഫീസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആയിട്ട് കണ്ടിട്ട് ഒരു ഓഫീസിൽ നോർമലി ഒരു 20,000 മുതൽ അല്ലെങ്കിൽ 15,000 മുതൽ 30,000 35,000 വരെയുള്ള കസ്റ്റമേഴ്സാണ് ഒരു ഓഫീസിലുണ്ടാവുക. അപ്പോൾ അത്രയും കസ്റ്റമേഴ്സിൻ്റെ ബില്ലിംഗ് ആ ഓഫീസിൽ തന്നെ ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെർവർ വേണം, ഒരു ആപ്ലിക്കേഷൻ സെർവർ വേണം, നെറ്റ്വർക്ക്ഡ് ആയിരിക്കണം ഈ കമ്പ്യൂട്ടറുകളെല്ലാം. പിന്നെ ഈ ഡേറ്റ സൂക്ഷിക്കാനായിട്ട് ഒരു ഡേറ്റാബേസ് വേണം. അപ്പോൾ ഡേറ്റാബേസ് ഏതായിരിക്കണം, ആപ്ലിക്കേഷൻ എന്തായിരിക്കണം, ഇതിനെയൊക്കെ പറ്റിയുള്ള സ്റ്റഡി തുടങ്ങി. അങ്ങനെ ആ സമയത്തൊക്കെയാണ് നമ്മുടെ അരുണിൻ്റെയൊക്കെ ഹെൽപ്പ് നമുക്ക് വേണ്ടി വന്നത്. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നല്ലത് ഏത് ഡേറ്റാബേസ് ആണ് നമുക്ക് യോജിച്ചത് എന്നുള്ള അഭിപ്രായമൊക്കെ ഈ കമ്മിറ്റിയാണ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നത്. അപ്പോൾ അങ്ങനെ പല ഡേറ്റാബേസും അന്വേഷിച്ചപ്പോഴേ പലരും പറയുന്നത് ഒറാക്കിൾ എന്നൊരു ഡേറ്റാബേസ് മാത്രമേ ഈ ലോകത്ത് സെക്യൂർ ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നാണ്. ഇപ്പോഴും അങ്ങനെ വാദിക്കുന്നവരുണ്ട്. ഇപ്പോഴും ഈ ഒറാക്കിൾ മാത്രമേ ഡേറ്റാബേസ് ആയിട്ടുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ സജഷൻ ശരിക്കും ഓപ്പൺ സോഴ്സ് ഡേറ്റാബേസായ PostgreSQL ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡേറ്റാബേസ് എന്നുള്ള ഒരു അഡ്വൈസിൻ്റെ പുറത്ത് നമ്മൾ KSEB ശരിക്കും പറഞ്ഞാൽ ഒരു തീരുമാനം അങ്ങ് എടുത്തു. ഇനി ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഡേറ്റാബേസ് PostgreSQL ആയിരിക്കുമെന്നോ. പക്ഷേ PostgreSQL ആയിരിക്കുന്ന തീരുമാനം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടുത്തൊരു തീരുമാനമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നാളെ ഈ ബില്ലിങ്ങിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് KSEBക്ക് ഉണ്ടായ നഷ്ടം മുഴുവൻ ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണെന്ന് പറയാൻ ഈ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി PostgreSQL എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അതിനകത്ത് ഈ 1 കോടി ആൾക്കാരുടെ, 1 കോടി വേണ്ട, ഇവിടെ ഇപ്പോൾ 30,000 ആൾക്കാരുടെ ഡേറ്റ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് PostgreSQL ഇല്ല എന്ന് തെളിഞ്ഞാൽ അപ്പോഴും പ്രശ്നമായി. ഈ PostgreSQL കഴിവില്ലാതാവുന്ന എപ്പോഴാണ്? Postgresന് കഴിവില്ലെങ്കിലും കഴിവുണ്ടായാൽ പോലും അതില്ല എന്ന് പറയേണ്ടി വരും. കാരണം വെച്ചാൽ നമുക്ക് കഴിവില്ലെങ്കിൽ Postgresന് കഴിവുണ്ടായിരിക്കുകയും പക്ഷെ അതിനെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് കഴിവില്ലാതെ വരുമ്പോഴേക്കും ആ കഴിവുകളുടെ ആരുടെ പുറത്ത് വരും? Postgresന്റെ പുറത്തേ വരുള്ളൂ. നോർമലി അങ്ങനെയാണ്. എല്ലാ ആൾക്കാരും മറ്റൊരാളുടെ മേളിൽ പഴിചാരാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുക. ഈവൻ നിങ്ങളൊരു ഞങ്ങൾ KSEB ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഡെബിയനും ഉബുണ്ടു എല്ലാം ഉപയോഗിക്കുന്നത്. അതേസമയം
ഞങ്ങൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു കമ്പനിയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവിടെ ഡെബിയൻ വരത്തില്ല. എന്തുകൊണ്ടാ? കമ്പനികൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക സെറ്റപ്പിലാണ്. അപ്പൊ അവർക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരാൾ അതിന് റിസർച്ച് ചെയ്ത് ആ പ്രോബ്ലത്തിന്റെ അതിന്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ അനലൈസ് ചെയ്തു കൊടുക്കാൻ ഒരാളും ഉണ്ടാവില്ല, അതിനുള്ള സമയം ഉണ്ടാവത്തില്ല. അപ്പോൾ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരാളുടെ വേറൊരു കമ്പനിയുടെ പുറത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവർ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഡെബിയനാണ് ഞങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെബിയനിൽ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ആരോട് ചോദിക്കും? അപ്പോൾ ഡെബിയൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഇല്ല, ഇതൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഒരു കമ്പനി ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും ഡെബിയൻ അവർ ഓപ്റ്റ് ചെയ്തില്ല. അവർ എന്ത് ചെയ്യും? റെഡ് ഹാറ്റിനെ സെലക്ട് ചെയ്യും. റെഡ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെപ്യൂട്ടഡ് കമ്പനിയാണ്. റെഡ് ഹാറ്റ് ഉപയോഗിക്കുന്നത് ലിനക്സ് തന്നെയാണ്. അപ്പോൾ അവർക്ക് സപ്പോർട്ട് എന്നൊരു സാധനമുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം എന്ന് വേണ്ടി വരുന്ന കണ്ടീഷനിൽ ഇവരെല്ലാവരും റെഡ് ഹാറ്റിലേക്ക് പോകും. അപ്പോൾ KSCBക്ക് എന്തുകൊണ്ട് ഡെബിയൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടാന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ഞങ്ങളെപ്പോലെയുള്ള കുറേ IT-യിലുള്ള കുറേ ആൾക്കാർ ഡെബിയനും ഉബുണ്ടും ഒക്കെ അത്യാവശ്യത്തിന് പഠിച്ച് ഞങ്ങൾ തന്നെയായിരുന്നു കേരളത്തിലുള്ള ഈ 6000 ഇൻസ്റ്റലേഷനെയും സപ്പോർട്ട് ചെയ്തിരുന്നത് ഞങ്ങളുടെ ഒരു ടീമാണ്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഈ റെഡ് ഹാറ്റിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. റെഡ് ഹാറ്റിലേക്ക് പോകുന്ന ഒരു കാര്യം, മെയിൻ കാരണം ഇത് തന്നെയാണ്, ഈ സപ്പോർട്ടിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു, അടുത്ത PostgreSQLിലേക്ക് വന്നു. ഈ PostgreSQLിലേക്ക് വരുമ്പോഴേക്കും സെക്യൂരിറ്റി ഇല്ല എന്നൊരു വാദം ആദ്യം മുതലേ ഉണ്ട്. അതായത് ഓപ്പൺ ആയിരിക്കുന്ന ഒരു സാധനത്തിന് എങ്ങനെ സെക്യൂർ ആയിരിക്കും എന്ന് പറയാൻ പറ്റുക? അതായത് നിങ്ങളുടെ വീട്ടിലെ ഡോർ ഓപ്പൺ ചെയ്തിട്ടിട്ട് ഇത് സെക്യൂർഡ് ആയിട്ടുള്ള വീടാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതിനകത്ത് താക്കോലും ഒന്നുമില്ല. അങ്ങനെ ഒരു വാദം വരും. കാരണം എന്ന് വെച്ചാൽ ഓപ്പൺ സോഴ്സിന് ഒരിക്കലും സെക്യൂരിറ്റി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ക്ലോസ്ഡ് ആണ്, ആ സോഴ്സ് കോഡ് വേറെ ആൾക്ക് കാണാതിരുന്നാൽ മാത്രമേ ഇതിന് സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ നേരെ തിരിച്ചാണ്. കാര്യം എന്ന് വെച്ചാൽ ഓപ്പൺ ആയിരിക്കുന്ന സാധനത്തിനാണ് സെക്യൂരിറ്റി ഉണ്ടാക്കാൻ എളുപ്പം. എന്തുകൊണ്ടെന്നറിയോ? സെക്യൂരിറ്റി എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. വിൻഡോസിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫയൽ നിങ്ങളുടെ കൂട്ടുകാരൻ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ വേറൊരു യൂസർ ക്രിയേറ്റ് ചെയ്തൊരു ഫയലിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾ ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് പോകും. എന്നാൽ ലിനക്സിനകത്ത് ഇത് മാനേജ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ലിനക്സിനകത്ത് യൂസേഴ്സ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. യൂസേഴ്സ്, ഏതൊരു ഫയലും അതൊരു യൂസറുടെ ഓണർഷിപ്പിലായി, അയാളുടെ ഓണർഷിപ്പിലായിരിക്കും. അതായത് ഒരു ഫയലിന് എപ്പോഴും ഒരു ഓണർ ഉണ്ടാവും. അപ്പോൾ ആ ഫയലിന് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇതിന്റെ ഓണർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഈ ഫയലിനെ ഡിലീറ്റ് സ്വന്തം ഫയലാണെന്നുള്ള വിവരം ആ ഫയലിനകത്ത് തന്നെ എഴുതി വെച്ചിരിക്കുന്നു. ഈ ഫയലിന് ഇതിന്റെ ഒറിജിനൽ ഓണർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതുപോലെ മറ്റുള്ളവർക്ക് ഇതിനകത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ അതിനകത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ഓപ്പൺ ആയിട്ട് ഈ ഫയൽ തുറക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓണർ വരണം, അല്ലെങ്കിൽ ഈ ഫയലിന് പെർമിഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് തുറന്നാൽ മാത്രമേ ഇത് തുറക്കാൻ പറ്റുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതാണ്. ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓപ്പൺ ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ പെർമിഷൻ ഇത്രയും പേർക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന ആൾ വന്ന് തുറന്നാലേ ഇത് തുറക്കാൻ പറ്റുള്ളൂ, ഇതിന്റെ ഓണർക്ക് മാത്രമേ ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന പെർമിഷൻ ആ ഫയലിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ ഒരിക്കലും ഈ ഫയലിനെ അതിന്റെ ഓണർ അല്ലാതെ വേറെ ആൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊന്ന് തുറന്നു നോക്കിയാൽ മാത്രമല്ലേ ഇതിനകത്ത് എന്ത് എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ള അറിയാൻ പറ്റുള്ളൂ. ഇത് തുറക്കാൻ തന്നെ അയാൾക്ക് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ നമുക്ക് സെക്യൂരിറ്റി സെറ്റ് ചെയ്യാം. ഇങ്ങനെ സെക്യൂരിറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരുമെന്ന് അറിയാം? ഈ സാധനം ഓപ്പൺ സോഴ്സ് കൂടെ ആണെങ്കിൽ ഈ ഒരു സ്കീം വേറൊരാളുടെ കയ്യിൽ കിട്ടുമ്പോൾ അയാൾക്ക് ശരിക്കും നോക്കാം ഈ സെക്യൂരിറ്റി മെക്കാനിസം ശരിയാണോ, ഇതിനകത്തൊരു കുഴപ്പമില്ലേ, ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി അപകടത്തിലാവത്തില്ലേ എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഇയാൾക്ക് ഇതങ്ങ് വിളിച്ചു പറയാം, ഇയാൾക്ക് ഇതങ്ങ് പബ്ലിഷ് ചെയ്യാം, ഇത് ഇങ്ങനെ ഒരു കുഴപ്പം ഇതിനകത്തുണ്ട്. ഇയാൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളിൽ ലോകത്തുള്ള ലക്ഷക്കണക്കിനുള്ള ഈ ഡെബിയൻ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സിന്റെ
ആൾക്കാർ, അതായത് ഓപ്പൺ സോഴ്സിന്റെ ഡെവലപ്പേഴ്സ്, അവർ കാണും. അവർ കണ്ടു കഴിഞ്ഞാൽ ഈ ഫ്ലാ എങ്ങനെ മാറ്റാൻ പറ്റും, അതിനൊരു ഐഡിയ അവിടെ ഉണ്ടാവും. ആ ഫ്ലാ ഇമ്മീഡിയറ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സാധനം ആയതുകൊണ്ട് ആ കമ്മ്യൂണിറ്റി ഉടനെ തന്നെ അത് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെക്യൂരിറ്റിയിൽ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടെങ്കിൽ അതിനെ അപ്പോൾ തന്നെ ആ ഹോൾ അടയ്ക്കും. അപ്പം അങ്ങനെ ഓപ്പണായി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാർക്ക് ഇതിനകത്തുള്ള സെക്യൂരിറ്റി ഫ്ലോ കണ്ടുപിടിക്കാൻ പറ്റും. അതേസമയം നിങ്ങൾ ഒരു ക്ലോസ്ഡ് ഫയലായിരുന്നുവെങ്കിലോ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഒരു വിൻഡോസിന്റെ ഫയലാണെന്ന് വിചാരിക്കുക, ആ ഫയലിനകത്ത് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിനകത്ത് ഒരു കുഴപ്പമുണ്ടെന്ന് ആര് പറയണം? അതിനകത്തൊരു സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടെന്നുള്ളത് ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആ സെക്യൂരിറ്റി പ്രോബ്ലം കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ. അതേസമയം ഇതിന്റെ സോഴ്സ് കോഡ് റീഡ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നുവെങ്കിൽ ഇതിനകത്തുള്ള ഫ്ലോ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞേനെ. അതിന് പകരം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അറിയുള്ളൂ. പിന്നെ ഉള്ളത്, അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സോഴ്സ് കോഡ് ക്ലോസ് ചെയ്ത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ലോകത്ത് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള 90% ഫയലുകളിലും അല്ലെങ്കിൽ പ്രോഗ്രാമുകളുടെയും സോഴ്സ് കോഡ് ക്ലോസ്ഡ് ആണെന്ന് അറിയുക. കാരണം ഈ അറ്റാക്കുകൾ കൂടുതലും വരുന്നത് എപ്പോഴും വിൻഡോസ് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് തന്നെയാണ്. പിന്നെ ഒന്ന്, ഈ നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക് എപ്പോഴും രസമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സാധനത്തിനെ പൊളിക്കാൻ പറ്റി കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ കൊച്ചിലെ അങ്ങനെ തന്നെയല്ലേ, ഒരു സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ പൊളിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ളവരാണ് ടെക്നോക്രാറ്റ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത് പൊളിക്കാനുള്ള ഒരു താല്പര്യം, അതായത് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്, അവർക്ക് ഇത് പൊളിക്കാനായിട്ട് അവർക്ക് താല്പര്യമുണ്ട്. അതുപോലെ എത്ര ക്ലോസ്ഡ് സോഴ്സ് ആണെങ്കിലും അതിനകത്തിൽ നിന്നും സോഴ്സ് കോഡ് വേർതിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാനോ ഉള്ള ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ആ ടൂൾസ് ഉപയോഗിച്ച് നോർമലി ആരും ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള മെഷീൻസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാറില്ല. അത് ശ്രമിച്ചാൽ തന്നെ അവർക്ക് അതിനൊരു പരിധിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ലിനക്സിനകത്ത് ഈ പറഞ്ഞ യൂസേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ്, ആ യൂസേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് കാരണം ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. കാരണം ഉദാഹരണത്തിന് നിങ്ങൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ, അല്ലേ? വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ കഴിയുമ്പോൾ എത്ര യൂസേഴ്സാണ് വിൻഡോസിൽ ഉണ്ടാവുക? 1-2 യൂസേഴ്സാണ്, അല്ലേ? നിങ്ങൾ കൊടുക്കുന്ന ഒരു യൂസർ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഒരു ലിനക്സ് നിങ്ങൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറഞ്ഞതൊരു 30 യൂസേഴ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അതെന്തിനാന്ന് പറഞ്ഞാൽ പ്രിന്റിങ് ചെയ്യണമെങ്കിൽ ആർക്കും പ്രിന്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രിന്റിന് വേണ്ടി ഒരു യൂസറുണ്ട്. ആ യൂസർക്ക് മാത്രമേ പ്രിന്റിംഗ് എന്ന് പറയുന്ന ജോബ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്തൊരു വെബ് സെർവർ ഉണ്ട്. ആ വെബ് സെർവർ എന്ന് പറയുന്ന സർവീസ് ചെയ്യുന്നത് അതൊരു യൂസറായിട്ടാണ്. അതായത് ലിനക്സ് മെഷീനിൽ എന്ത് പ്രവൃത്തി ചെയ്യണം എന്നുണ്ടെങ്കിലും അതിനൊരു യൂസർ ബാക്കപ്പ് ഉണ്ടാവണം. ഒരു യൂസറായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ സർവീസസും ഓരോ പ്രോഗ്രാംസും ഇൻസ്റ്റാൾ ചെയ്യപ്പെടുമ്പോഴും അതിൻ്റെ കൂട്ടത്തൊരു യൂസറും കൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ യൂസർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ലിനക്സ് മെഷീനകത്ത് എന്ത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും അതൊരു യൂസർക്കേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു വൈറസ് പുറത്തു നിന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴേ അയാൾ എങ്ങനെ അറ്റാക്ക് ചെയ്യും? അയാൾ ഒരു യൂസർ അല്ല. അപ്പോൾ അയാൾ ഒരു യൂസർ അല്ല എന്നുള്ളൊരു കാരണത്തിൽ തന്നെ അയാൾക്ക് ഇതിനകത്തുള്ള ഒരു ഫയലിനെ തൊടാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വൈറസ് വരികയാണെങ്കിൽ ആ വൈറസിന് ഒരു പക്ഷേ നിങ്ങളുടെ യൂസർ ക്രെഡൻഷ്യൽസ് അടിച്ചു മാറ്റാൻ പറ്റുമായിരിക്കും. അങ്ങനെ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസർ ആരാണോ ആ യൂസറുടെ ക്രെഡൻഷ്യൽസ് ഒരുപക്ഷെ വൈറസിന് കിട്ടും. ആ വൈറസിന് ചെയ്യാൻ പറ്റുന്ന ഡാമേജിന്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ യൂസറിന് ഏതൊക്കെ ഫയലിൽ ഫുൾ പെർമിഷൻ ഉണ്ടോ ആ ഫയലിനെയൊക്കെ ഈ വൈറസിന് ആക്രമിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എപ്പോഴും ഒരു ലിനക്സ് മെഷീനിൽ എങ്ങനെ ലോഗിൻ ചെയ്ത് നിൽക്കണം? അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിൽക്കണോ അതോ സാധാരണ യൂസറായിട്ട് നിൽക്കണോ? അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിൽക്കുമല്ലേ? അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിന്ന് കഴിഞ്ഞാൽ വരുന്ന വൈറസിന് ആദ്യം കിട്ടുന്ന സാധനം എന്തായിരിക്കും? അഡ്മിനിസ്ട്രേറ്ററുടെ പ്രിവിലേജ്. അത് വെച്ചിട്ട് ആ സിസ്റ്റത്തിനെ മുഴുവൻ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ആ വൈറസിന് പറ്റും. അപ്പോൾ അതുകൊണ്ട് ലിനക്സ് ഉപയോഗിക്കുന്ന ഓരോ ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് അവരെപ്പോഴും ഒരു നോർമൽ യൂസറായിട്ട് മാത്രമേ ലോഗിൻ ചെയ്യാവൂ. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് എപ്പോഴെങ്കിലും ചെയ്യേണ്ടി വന്നാൽ, അതായത് ഇതിനകത്തുള്ള ഒരു ETC പറയുന്ന ഫോൾഡറിനകത്ത് ഒരു കോൺഫിഗറേഷൻ ഫയൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു നോർമൽ യൂസറിന് അത് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരു ടെർമിനലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിനകത്തുള്ള പ്രോഗ്രാം ഉപയോഗിച്ച് നിങ്ങൾ ആ സമയത്ത് മാത്രം അഡ്മിനിസ്ട്രേറ്ററായിട്ട് മാറുക, ഈ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യുക, തിരിച്ചു വരിക. നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന നോർമൽ യൂസറായിട്ടായിരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വൈറസിനും നിങ്ങൾ അതിനെ എളുപ്പം കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല.
വൈറസിന് ആകെപ്പാട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹോം എന്ന് പറയുന്ന ഏരിയയിൽ ഹോം ഫോൾഡറിനകത്തുള്ള കുറേ ഫയൽ, നിങ്ങളുടെ പേഴ്സണൽ ഫയലുകളായിരിക്കാം, അല്ലെങ്കിൽ വേറെ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതല്ല, നിങ്ങളുടെ പേഴ്സണൽ സ്വഭാവമുള്ള കുറേ ഫയലുകളെ മാത്രമേ ഈ വൈറസിന് അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് പോലും സിസ്റ്റം ഫയൽസിൽ യാതൊരു പെർമിഷനും ഇല്ല. സിസ്റ്റം ഫയൽ നിങ്ങൾ ലിനക്സ് മെഷീനകത്ത് നിങ്ങൾ നോർമൽ യൂസറായിട്ട് നിന്നിട്ട് നിങ്ങളുടെ ഹോം ഫോൾഡറിലല്ലാത്ത ഏതെങ്കിലും ഒരു ഫയലിനെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി, പറ്റില്ല. അതേസമയം നിങ്ങൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് യൂസറായിട്ട് നിന്നിട്ട് നിങ്ങൾ സ്ലാഷിനെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി. സ്ലാഷ് എന്ന് പറഞ്ഞാൽ ലിനക്സിനെ സംബന്ധിച്ചോളം ആ ഫയൽ സ്ട്രക്ചറിൻ്റെ ഏറ്റവും റൂട്ടാണ്. എന്ന് പറഞ്ഞാൽ ആ സ്ലാഷ് പോയി കഴിഞ്ഞാൽ ഫയൽസേ ചിത്രത്തിലില്ല. ആ സ്ലാഷിനെ നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും ലിനക്സ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെനിക്ക് ഹലോ, ഞാനൊരു മീറ്റിംഗ്, ഐ മീൻ എ മീറ്റിംഗ്. ഓക്കെ, ഐ വിൽ കോൾ യു ലേറ്റർ. ഓക്കെ. ഇത് ഞാൻ പഠിച്ചതൊന്നുമല്ല, ഇതെനിക്കൊരു അബദ്ധം പറ്റിയതാ. ഒരു കമാൻഡ് അടിച്ചപ്പോഴേ തെറ്റിപ്പോയി, അതിനകത്തൊരു സ്ലാഷ് ആദ്യം വീണുപോയി. കംപ്ലീറ്റ് സിസ്റ്റത്തിലെ കംപ്ലീറ്റ് ഫയലും പോയി, ഞാൻ അറിയുന്നില്ല. പക്ഷെ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളൊരു മെനു എടുക്കും, മെനു വരും, മെനു ക്ലിക്ക് ചെയ്തിട്ട് മെനു ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും, അത് ഏതെങ്കിലും ഫയലിനെ സെർച്ച് ചെയ്ത് പോകും. ആ സമയത്ത് അവൻ ഫയൽ കാണാനില്ല, അത് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് എറർ പറയും. പക്ഷെ സ്റ്റിൽ സിസ്റ്റം വിൽ വർക്ക്. അതാ കാരണം എന്ന് പറഞ്ഞാൽ ഈ കേണൽ ഇതിൻ്റെ മെമ്മറിയിൽ ഓൾറെഡി ലോഡഡാണ്. അപ്പം മെമ്മറി അല്ല ഞാൻ ഡിലീറ്റ് ചെയ്തത്, ഞാൻ ഡിസ്കിനെയാണ് ഡിലീറ്റ് ചെയ്തത്. ആ മെമ്മറിയിലുള്ള സാധനം വെച്ച് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ സെക്യൂരിറ്റി, ലിനക്സിൻ്റെ സെക്യൂരിറ്റി ആസ്പെക്റ്റിൻ്റെ കുറേ കാര്യമാണ്. ഞാനൊന്നും സ്ട്രക്ചേർഡ് ആയിട്ടല്ല പറയുന്നത്, കാരണം ഞാൻ ഒന്നും പ്രിപ്പയർഡ് ആയിട്ടല്ല വന്ന് അപ്പോഴപ്പോഴും എൻ്റെ മനസ്സിൽ എന്ത് വരുന്നു അത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയ ഡേറ്റാബേസിൻ്റെ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഡേറ്റാബേസ് KCB ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ 30,000 കൺസ്യൂമേഴ്സിനെ സെർവ് ചെയ്യാനുള്ള ഡേറ്റാബേസ് ഞങ്ങൾ പോസ്റ്റ്ഗ്രസ് ആയിട്ട് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ സ്പ്രെഡഡ് ആയിട്ട് കിടക്കുന്ന 1 crore കൺസ്യൂമേഴ്സിനെ ഒരു സിംഗിൾ ഡേറ്റാബേസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ടാസ്ക്. അപ്പോൾ ആ ഒരു സിംഗിൾ ഡേറ്റാബേസിലേക്ക് കൊണ്ടുവരുമ്പോൾ PostgreSQL അതിനെ സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ പര്യാപ്തമാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അങ്ങനെ ഒരു കേസ് വരുമ്പോഴേക്കും ഇനി ഒറാക്കിൾ അല്ലാതെ വേറൊരു സൊല്യൂഷൻ ഇല്ലെന്നുള്ളതാണ് പലരും പറഞ്ഞത്. പക്ഷേ സ്റ്റിൽ ഞങ്ങൾ ഈ സ്ട്രോങ് ഡിസിഷൻ എടുത്ത് ഞങ്ങൾക്ക് PostgreSQL തന്നെ മതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. ഇന്നിപ്പോൾ എൻ്റെ ആ ഡേറ്റാബേസിൽ 40 ലക്ഷം കസ്റ്റമേഴ്സ് അതിനകത്ത് വന്നു കഴിഞ്ഞു. 40 ലക്ഷം കസ്റ്റമേഴ്സ് വന്നപ്പോഴേക്കും ഡേറ്റാബേസിൻ്റെ സൈസ് ഇന്ന് 495 GB ആണ്. 495 GB സൈസുള്ള ഒരു ഡേറ്റാബേസിനകത്ത് ഒരാളൊരു പണം അടയ്ക്കുന്ന സമയത്ത് അയാൾക്ക് ആ പണം അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതൊരു 10ഓളം ടേബിളിലുള്ള ഡേറ്റ ക്വറി ചെയ്യണം, 4-5 ടേബിളിൽ ഡേറ്റ എഴുതണം. ഈ പ്രോസസ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇന്നും 750 മില്ലി സെക്കൻഡാണ്. പറഞ്ഞ 495 GB സൈസുള്ള ഡേറ്റാബേസിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ, ഇത് കൺകറൻ്റ് ആയിട്ട് നടക്കുന്നതാണ്. ഒരു സെക്കൻഡിൽ ഏതാണ്ട് 5ഓളം കളക്ഷൻ നടന്നുകൊണ്ടിരിക്കും, കൺകറൻ്റ് ആണ്. അപ്പോൾ അത് അത്ര ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഹലോ, ഞാൻ മീറ്റിംഗിലാണ്. ഇത് PostgreSQLന്റെ കപ്പാസിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഡേറ്റയിൽ നിന്ന് ഇത്രയും എളുപ്പത്തിൽ ഡേറ്റ എടുക്കാൻ പറ്റുന്നത്? കാരണം ഇത്രയും വലിയ ഡേറ്റ ആണെന്ന് പറഞ്ഞാൽ ഒരു 2-3 കൊല്ലത്തെ ഡേറ്റയാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു കളക്ഷനോ അല്ലെങ്കിൽ ഒരു ബില്ലിംഗ് ആക്ടിവിറ്റി നടത്തുന്നത് ലേറ്റസ്റ്റ് ഡേറ്റയിലാണ്. കഴിഞ്ഞ മാസം കൊടുത്ത ബില്ല് ഈ മാസം അടയ്ക്കാൻ വരുന്നു, അല്ലെങ്കിൽ ഈ മാസം കൊടുത്ത ബില്ല് ഈ മാസം അടയ്ക്കാൻ വരുമ്പോൾ ഡേറ്റാബേസിൻ്റെ ഏറ്റവും അവസാനത്തെ പോർഷനിലുള്ള കുറേ ഡേറ്റയാണ് ശരിക്കും പറഞ്ഞാൽ ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ശരിക്കും ഒരു സ്റ്റാറ്റിക് ഡേറ്റയാണ്. അത് പഴയ ഡേറ്റ ആയിക്കഴിഞ്ഞു. അതിനകത്ത് പിന്നെ വല്ലപ്പോഴും ഒരിക്കലും ആരെങ്കിലും എന്തെങ്കിലും കുറേ ചെയ്ത് അതിനകത്ത് കഴിഞ്ഞ കൊല്ലത്തെ ബില്ലിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രമേ അതിന് ആവശ്യം വരുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ഡേറ്റ നമ്മൾ മെമ്മറിയിൽ ലോഡ് ചെയ്ത് നിർത്താനായിട്ട് നമ്മൾ ബുദ്ധിപൂർവ്വം ശ്രമിച്ചാൽ വളരെ ഈസി ആയിട്ട് ഈ ഡേറ്റ നമുക്ക് എത്ര വലിയ ഡേറ്റാബേസ് ആയാലും നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ്. 495 GB ആണ് ഞങ്ങളുടെ ഡേറ്റാബേസ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡേറ്റാ സെൻറ്റർ കൈകാര്യം ചെയ്യുന്ന വിപ്രോ പറഞ്ഞത് അവർ കണ്ടിട്ട് സാധാരണ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ DB 100 GB ആണ്. 100 GB ബാങ്കിങ് സെക്ടറിലൊക്കെ ഉള്ള ഡേറ്റാബേസ് 100 GB മേലെ പോകാറില്ല. ഇത് ഡേഞ്ചറസ് ആണ്, നിങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ
റീസെൻ്റ്ലി എനിക്ക് ഈ PostgreSQLന്റെ ഒറിജിനൽ പ്രോഗ്രാമർ ഒരു സായിപ്പുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടായി. പുള്ളിയുടെ ഒരു ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞത് ഇതാണ്, ഡേറ്റാബേസിൻ്റെ സൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്പറേഷൻ സ്പീഡിനെ ഒരിക്കലും ബാധിക്കില്ല. കാരണം ആ ഡേറ്റാബേസിൻ്റെ ലേറ്റസ്റ്റ് പോർഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഡെയിലി ട്രാൻസാക്ഷൻ ചെയ്യുന്ന പോർഷൻ ഓഫ് ഡേറ്റാബേസ് മെമ്മറിയിൽ എപ്പോഴും ഉണ്ടാകണം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ അതിനകത്ത് ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ്. അത് അതിൻ്റെ PostgreSQLന്റെ കോൺഫിഗറേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മെമ്മറിയിൽ നിൽക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കോൺഫിഗർ ചെയ്ത് വെക്കാൻ പറ്റും. അത് വളരെ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. കുറച്ച് കാര്യം PostgreSQLനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. അത് മാത്രമല്ല വിഗറസ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഏരിയ ആണ് ഈ PostgreSQL ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയത് 8.1 ആണ്. PostgreSQL 8.1 ആണ്. അത് 8.2 ഇറങ്ങി, 3 ഇറങ്ങി, 4 ഇറങ്ങി, 9 ഇറങ്ങി. 8.9 അല്ല, PostgreSQL 9 ഇറങ്ങി, 9.1, 9.2 ആയി, ഇപ്പോൾ 9.4 നിൽക്കുകയാണ് PostgreSQLന്റെ ഡെവലപ്മെൻറ്റ്. ഞങ്ങൾ സെൻട്രൽ ഡേറ്റാബേസ് ഞങ്ങൾ ഓടിക്കുന്നത് 9.2-ലാണ്. അതിപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾക്ക് 9.4-ലേക്ക് മാറണം. അപ്പോൾ പുതിയൊരു വേർഷൻ വരുമ്പോഴേക്കും അതിന് ഫങ്ഷണാലിറ്റി കൂടും, അതുപോലെ സെക്യൂരിറ്റി ആസ്പെക്ട്സിൽ കുറെ കൂടെ നന്നായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്ത് നോക്കിയാൽ പോലും, ഡെബിയൻ നോക്കിക്കഴിഞ്ഞാലും, ഡെബിയൻ റിലീസ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് ഡെബിയൻ്റെ റിലീസാണ്, ഡെബിയൻ 8. ഇതിനു മുമ്പ് ഡെബിയൻ 7 റിലീസ് ചെയ്യുന്നത് 2 കൊല്ലത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. ആ വലിയ പ്രശ്നമല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റാബേസിനെ സമയത്ത് അത് ചെയ്യരുത്. PostgreSQLനെ പറ്റിയുള്ള അവരുടെ ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൈനർ വേർഷൻസ്, അതായത് 9.2.1, 2.2, 2.3 ഇതെല്ലാം നിങ്ങൾക്ക് വർക്കിംഗ് എൻവയോൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. കാരണം അതിനകത്ത് ഒരിക്കലും അതിന്റെ കോർ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു കോഡും ഉണ്ടാവത്തില്ല. ഇതെല്ലാം മൈനർ സെക്യൂരിറ്റി ഇഷ്യൂസിന്റെ ഫിക്സിംഗ് ആയിരിക്കും എപ്പോഴും ഈ മൈനർ റിലീസ് എന്ന് പറയുന്നത്. മേജർ റിലീസ് വരുമ്പോഴേക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ വേറൊരു മെഷീനിലിട്ട് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചെയ്യാവൂ. പ്രത്യേകിച്ചും ഡേറ്റാബേസ് ചെയ്യുമ്പോൾ. ഇനി പലപ്പോഴും ഓപ്പൺ സോഴ്സിലെ വർക്കിംഗ് സിസ്റ്റത്തിനെ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട്, അതായത് ശരിക്കും ഒത്തിരി യൂസേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ ഒരു കാരണവശാലും നിങ്ങൾ പോയി അപ്ഗ്രേഡ് ചെയ്തേക്കരുത്. അപ്ഗ്രേഡ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ഓരോ പുതിയ വേർഷൻ വരുമ്പോഴേക്കും കാര്യങ്ങൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കുകയാണ്. അതായത് നേരത്തെ ഇങ്ങനെ ചെയ്താലും മതിയായിരുന്നു എന്നുള്ള കേസുകളെല്ലാം പുതിയ വേർഷൻ വരുമ്പോഴും അങ്ങനെ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് സെക്യൂരിറ്റിക്ക് വേണ്ടി അത് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ വളരെ ലൂസായിട്ട് എഴുതിയിരുന്ന കോഡ് ഇത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ പുതിയ വേർഷൻ വരുമ്പോഴേക്കും വർക്ക് ചെയ്തില്ല. അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 8.1-ൽ, അത് PostgreSQL 8.1-ൽ, ഞാൻ സബ്ജക്റ്റ് മാറിപ്പോകുന്നില്ലല്ലോ അല്ലേ? ഓക്കെ, PostgreSQL 8.1-നകത്ത് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ABCD വരുന്ന സ്ട്രിങ് വാല്യൂസിനെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 4501 എന്ന് പറയുന്ന നമ്പറിനെ ഒരു സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് ആ സ്ട്രിങ്ങിനെ നിങ്ങൾക്ക് തിരിച്ച് വിളിച്ചിട്ട് വേണമെങ്കിൽ സ്ട്രിങ്ങിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടാം. 4501 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് അത് സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്താലും അതിൽ നിന്ന് നമ്മളത് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് ഒരു 1 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4502 ആവും. അതേസമയം 8.3 വന്നപ്പോഴേക്കും സ്ട്രിങ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിനകത്ത് നമ്പർ കൂട്ടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഇൻറ്റിജർ ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ആ 4501 എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ എടുത്തിട്ട് അതിനെ ഇൻറ്റിജർ ആയിട്ട് കാസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് 1 കൂട്ടാൻ പറ്റുള്ളൂ. അതിന് ഇൻറ്റിജർ ആണെന്ന് ആദ്യം പറയണം. പറഞ്ഞതിന് ശേഷം അത് ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് 1 കൂട്ടാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചേഞ്ചുകൾ വേർഷൻ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ വരും. അപ്പം ഞങ്ങളുടെ കോഡിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ 4501 എന്ന് പറയുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ഓഫീസ് കോഡാണ്. അപ്പോൾ ഈ കോഡ് ഫസ്റ്റ് പേജ് എടുക്കുന്ന സമയത്ത് തന്നെ വേറെ സെക്ഷൻ കോഡ് ഈസ് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രേറ്റർ ദാൻ 4500. സ്ട്രിങ്ങിനകത്ത് നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സ്ട്രിങ് എന്ന് പറയുന്നത് നമ്പറല്ല, നമ്പറിനകത്ത് മാത്രമേ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നേരത്തെ PostgreSQL 8.1-നകത്ത് 4500 എന്നുള്ളത് സ്ട്രിങ് ആയാൽ പോലും നമുക്ക് ഗ്രേറ്റർ ദാൻ എന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ 8.3 ആയപ്പോഴേക്കും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളുടെ കോഡ് പല സ്ഥലത്തും പൊട്ടി.
അപ്പം പിന്നെ അത് കംപ്ലീറ്റ് റീവർക്ക് ചെയ്തെടുക്കേണ്ടി വന്നു. ആ സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്തെടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഈ വർക്കിംഗ് സിസ്റ്റത്തിൽ കയറി അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. അതുകൊണ്ട് നോർമലി സാറ് പറഞ്ഞ കറക്റ്റാണ്. വർക്കിംഗ് സിസ്റ്റത്തിനകത്ത് അത് ഡയറക്റ്റായിട്ട് ഒരിക്കലും ചെയ്യരുത്. അത് നമ്മൾ വേറൊരു ടെസ്റ്റ് എൻവയോൺമെൻറ്റിൽ അത് അപ്ഗ്രേഡ് ചെയ്ത് നോക്കി അത് നമ്മൾ നന്നായിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ അപ്ഗ്രേഡേഷൻ ചെയ്യാവൂ. സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള അപ്ഗ്രേഡേഷൻസ് ഒന്നും നമ്മുടെ ഡേറ്റാബേസിനൊന്നും ബാധിക്കാറില്ല. പിന്നെ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ പലരും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഒരു ഓട്ടോ അപ്ഡേറ്റ് ഉണ്ടാവും. ആ അപ്ഡേറ്റ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ വേറെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഈ അപ്ഡേറ്റും അപ്ഗ്രേഡും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഡെബിയൻ 4 നിന്നും 5 പോകുന്നതിനെ അപ്ഗ്രേഡ് എന്ന് പറയും. ഡെബിയൻ 4 തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് പാക്കേജിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെ അപ്ഡേറ്റ് എന്നാണ് പറയുക. അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ OSന്റെ വേർഷൻ തന്നെ മാറി. ഇന്ന് ഓടുന്ന മിക്കവാറും റെഡ് ഹാറ്റ് എടുക്കുക. റെഡ് ഹാറ്റ് ശരിക്കും ഞങ്ങൾ ആ സമയത്ത് ഇതിനകത്ത് 0 ആണ്, ഒരു ബിഗ് 0 ആണ്. അപ്പോൾ ശരിക്കും 1ാം ക്ലാസ് ലെവലിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്റ്റേജിൽ ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ്ലി സ്ട്രിപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു OSൽ നിന്നും ബിൽഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഞങ്ങൾക്ക് എന്തായാലും ഇല്ല. പക്ഷെ ഡെബിയനെ സമയത്തോളം എനിക്ക് തോന്നുന്നു, ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും സ്ട്രിപ്പ് ഡൗൺ ആയിട്ടുള്ള ഏറ്റവും മിനിമം സാധനം വെച്ച് കിട്ടുന്ന ഏറ്റവും നല്ല OS ഇന്ന് ഡെബിയനാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോഴും ഡെബിയൻ 8 ആയ പോലെ ഇപ്പോഴും CD-യിലാണ് അത് വരുന്നത്. ഫസ്റ്റ് ഡെബിയൻ്റെ മിനിമം ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ CD തന്നെ, ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റലേഷൻ CD-യിൽ കിട്ടും. അതേസമയം ഉബുണ്ടു CD-യിലില്ല, CD-ന്ന് പോയി, അതിപ്പോൾ DVD ആണ്. കാരണം എന്ന് വെച്ചാൽ ഒരു CD-യുടെ സൈസിനകത്ത് അവരുടെ ഇനിഷ്യൽ പാക്കേജസ് അവർക്ക് നിർത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ അത്രയും കുറച്ച് വലുതായി പോയി. പക്ഷേ ഡെബിയൻ ഇപ്പോഴും ഒരു CD-യുടെ സൈസിനകത്ത് നിന്നും കൊണ്ട് തന്നെയാണ് ഇൻസ്റ്റലേഷൻ നടത്തുന്നത്. അപ്പോൾ അതിനകത്ത് ശരിക്കും ഞാൻ നോക്കിയിട്ട് അനാവശ്യമായിട്ട് ഒരു സാധനവും കണ്ടിട്ടില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് വേണ്ട എല്ലാ പാക്കേജും ഞങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അല്ല ഒരിക്കലും അതിനകത്തുള്ള പാക്കേജസ് ഈവൻ SSH പോലും ഇല്ല. SSH ക്ലയൻറ്റ് ഉണ്ടാവും, SSH സെർവറില്ല. അത് ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താലേ വരുള്ളൂ. കപ്സ് ഇല്ല. പ്രിന്റിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ പ്രിന്റിങ്ങിൻ്റെ ഒരു മിനിമം സാധനമുണ്ട്, പക്ഷേ നമ്മുടെ HP-യുടെ ഡ്രൈവേഴ്സ് ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല. പിന്നെ ഓഫീസ് സോഫ്റ്റ്വെയർ ഇല്ല. അത് ഉബുണ്ടു ആണെങ്കിൽ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഓഫീസ് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അതെല്ലാം അവർക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് അവരുടെ സൈസ് കൂട്ടുന്നത്. ഇനി ഉബുണ്ടു എവിടെ നിന്നുണ്ടായെന്നറിയോ? അല്ലെങ്കിൽ ഡെബിയൻ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ ഡെറിവേറ്റീവ് ആണോ? അങ്ങനെ അറിയാമോ നിങ്ങൾക്ക്? പല ലിനക്സുകളുണ്ട്. അതിൽ ഈ ലിനക്സുകളെ വേർതിരിച്ച് പറയുന്നത് അതിൻ്റെ പാക്കേജിങ് സിസ്റ്റം വെച്ചിട്ടാണ്. റെഡ് ഹാറ്റ്, സൂസി ലിനക്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, ഇതിലെല്ലാം RPM എന്ന് പറയുന്ന ഒരു ഫയൽ സിസ്റ്റം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാക്കേജ് ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഡെബിയൻ, ഉബുണ്ടു, മിന്റ് ഇങ്ങനെ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഡെബ് പാക്കേജ്, DEB എന്ന് പറയുന്ന ഒരു പാക്കേജിങ് സിസ്റ്റമാണ് അവരുപയോഗിക്കുന്നത്. DPKG എന്ന് പറയുന്ന പാക്കേജിങ് സിസ്റ്റമാണ് അവരുപയോഗിക്കുന്നത്. ഇതിൽ ഡെബിയൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു മദർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയാം. ഡെബിയൻ വേറൊന്നിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതല്ല. ഡെബിയൻ ആണ് ആക്ച്വലി സ്ക്രാച്ചിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അങ്ങനെ ഒരു ഡെബിയൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഡെബിയൻ്റെ കേണലും ഡെബിയൻ്റെ പാക്കേജസും വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഉബുണ്ടു ഉണ്ടാക്കുന്നത്. ഉബുണ്ടു എന്ന് പറയുന്നത് 6 മാസത്തിലൊരിക്കൽ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡെബിയൻ 2 കൊല്ലത്തിലൊരിക്കൽ റിലീസ് ചെയ്യുള്ളൂ. കാരണം ഡെബിയൻ എന്ന് പറഞ്ഞാൽ വെരി സ്റ്റേബിളാണ്. സ്റ്റേബിൾ സെർവറിനെ ഉദ്ദേശിച്ചിട്ടാണ് അത് മെയിനായിട്ട് അത് ഇറങ്ങുന്നത്. അപ്പോൾ ഈ 6 മാസത്തിലൊരിക്കൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു കുഴപ്പം, അത് അത്രയ്ക്ക് തറവായിട്ട് ടെസ്റ്റ് ചെയ്ത സാധനമൊന്നും ആയിരിക്കത്തില്ല. ഡെബിയൻ 2 കൊല്ലം വളരെ തറവായിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ റിലീസ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇന്നത്തെ റിലീസ് ഇന്നായിരുന്നല്ലോ. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു പല ദിവസങ്ങളിലും റിലീസ് വെച്ചിട്ട് അത് പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഏറ്റവും അവസാനമാണ് ഇന്ന് റിലീസ് വെച്ചിരിക്കുന്നത്.
കാരണം വെച്ചാൽ ലാസ്റ്റ് മൊമെന്റിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു ബഗ്ഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒരു കോർ സിസ്റ്റത്തിനെ ഇഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ബഗ് കാണുകയാണെങ്കിൽ അവർ റിലീസ് മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെ വളരെ ശ്രദ്ധാപൂർവം റിലീസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡെബിയൻ. ആ ഡെബിയനെ വെച്ച് മോഡിഫൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ബിൽഡ് ചെയ്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉബുണ്ടു. പക്ഷെ പല ആൾക്കാരും വിശ്വസിക്കുന്നത് ഉബുണ്ടുവിൽ നിന്നാണ് ഡെബിയൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയല്ല, ഉബുണ്ടു ആണ് ശരിക്കും ഇതിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് ഉണ്ടാക്കി. ഇപ്പോൾ ഇനി വേറൊരു തമാശ, ഉബുണ്ടുവിൻ്റെ മേലെ അടുത്ത് വേറൊരാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉബുണ്ടു ആണ് ബേസ് സിസ്റ്റം, അതിൻ്റെ മേലെ മിന്റ് എന്ന് പറഞ്ഞിട്ട് ലിനക്സ് മിന്റ് ഉബുണ്ടുവിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഉബുണ്ടു മറന്നുപോയതോ അല്ലെങ്കിൽ അവർ നോക്കാതെ വിട്ടുകളഞ്ഞതോ ആയിട്ടുള്ള ചില പോർഷൻസിനെയെല്ലാം അവരൊന്നുകൂടെ മനോഹരമാക്കി അല്ലെങ്കിൽ നന്നാക്കിയിട്ട് ആണ് ലിനക്സ് മിന്റ്. അപ്പം ഇപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്നത് ലിനക്സ് മിന്റ് ആണ്. ഒരു രസത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. ഒരു ചേഞ്ച് കാരണം ഈ കൂടെ ഒരു പുതിയ റിലീസ് വരുന്ന സമയത്ത് നമുക്കൊക്കെ എന്തോ ഒരു പുതിയൊരു ഡെസ്ക്ടോപ്പ് കാണുന്നു, പുതിയ മെനൂസ് എടുക്കുക, പുതിയ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, അതൊക്കെയാണ് ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അല്ലാതെ ഇത് പ്രൊഡക്ഷനിൽ ഞങ്ങൾ മാറ്റുന്നില്ല. പ്രൊഡക്ഷനിൽ ഞങ്ങൾ ഇപ്പോഴും ഡെബിയൻ തന്നെ ഉപയോഗിക്കുന്നത്. ഇനി എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ എന്തിനാ? ആ ആ റിലീസ് ഡെബിയൻ്റെ റിലീസ് അങ്ങനെയുള്ള കാര്യത്തിൽ അധികം ഞാൻ അതിനകത്ത് കൂടുതലൊന്നും ഇങ്ങനെ ഇടപെടാറില്ല. ഏതാ ആണോ? എന്നിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡെബിയൻ എപ്പോഴും 3 ബ്രാഞ്ച് ഉണ്ടാവും. അതായത് സ്റ്റേബിൾ എന്ന് പറഞ്ഞൊരു റിലീസ് ഉണ്ടാവും. സ്റ്റേബിൾ എന്ന് പറഞ്ഞ റിലീസാണ് അവർ റിലീസ് ചെയ്യുന്നത്, ബാക്കി എല്ലാവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റിലീസ്. ഇത് കൂടാതെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു റിലീസ് ഉണ്ട്. ആ ടെസ്റ്റിങ്ങിൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ തീരെ ബഗ്ഗുള്ള സാധനങ്ങളായിരിക്കത്തില്ല. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു റേഞ്ച് ഉണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ ടെസ്റ്റിങ്ങും. ഏതാ? സിഡ് ആണ്. സിഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം, അത് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന സാധനത്തിൻ്റെ ഒരു റിലീസാണത്. സിഡ് ആയിരിക്കും പിന്നീട് ടെസ്റ്റിംഗ് ആയിട്ട് മാറുന്നത്, പിന്നെ അത് സ്റ്റേബിൾ ആയിട്ട് മാറുന്നത്. കേണൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അല്ലേ? കേണൽ എന്ന് പറഞ്ഞാൽ കേണൽ ഒരു സോഫ്റ്റ്വെയർ ആണോ ഹാർഡ്വെയർ ആണോ? എന്ത് പറയുന്നു? അതൊരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ മറ്റ് സോഫ്റ്റ്വെയറിൽ നിന്ന് കേണൽ സോഫ്റ്റ്വെയറിന് മാത്രം ഒരു ഡിഫറൻസ് ഉണ്ട്. എന്തോ അത്? യെസ്, അതാണ്. വേറെ ഒരു സോഫ്റ്റ്വെയറും ഡയറക്റ്റ് ആയിട്ട് ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. കേണൽ മാത്രമാണ് ഡയറക്റ്റ് ആയിട്ട് ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഹാർഡ്വെയർ ആണ് ചെയ്തു തരേണ്ടത്. ഒരു ഡിസ്പ്ലേ കാണിക്കണം പറഞ്ഞാൽ അതൊരു ഹാർഡ്വെയർ ആണ്. അപ്പോൾ ആ ഹാർഡ്വെയറിൽ ഒരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർ തന്നെ വിചാരിക്കണം. നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് ഹാർഡ്വെയറിനോട് കമാൻഡ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഹാർഡ്വെയറുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പാർട്ടാണ് കേണൽ എന്ന് പറയുന്നത്. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ആ ഒരു സാധനം ഉണ്ടാവും. അത് ഡയറക്റ്റായിട്ട് ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പാർട്ടാണ്. ഇവിടെ ഞാൻ ഈ കേണൽ എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വിൻഡോസ് ബേസ്ഡ് സിസ്റ്റത്തിനും കേണൽ വേണം. കാരണം അവിടെയും ഹാർഡ്വെയറായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ലിനക്സ് ബേസ്ഡ് സിസ്റ്റം ആണെങ്കിലും അതിനും ഹാർഡ്വെയർ വേണം. പക്ഷെ ലിനക്സിനകത്തുള്ള കേണലും വിൻഡോസിലെ കേണലുമായിട്ടൊരു ഒരു വ്യത്യാസമുണ്ട്. വിൻഡോസ് കേണൽ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉണ്ടല്ലോ, ആ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. എന്ന് പറഞ്ഞാൽ വേറെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഗ്രാഫിക്കൽ ഇന്റർഫേസിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാലും കേണൽ പോയി എന്ന് പറഞ്ഞാൽ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വീണ്ടും അത് റിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ ലിനക്സിൽ കേണൽ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് മോഡ്യൂൾ ആയിട്ടാണ് നിൽക്കുന്നത്. കേണലിനകത്ത് തന്നെ ഒരുപാട് സബ് മോഡ്യൂൾസ് ഉണ്ട്. ഉദാഹരണത്തിന് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് അതിനകത്തൊരു മോഡ്യൂൾ മാത്രമാണ്. അപ്പോൾ ഒരു പുതിയൊരു നെറ്റ്വർക്ക് കാർഡിന്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസിനാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും റീസ്റ്റാർട്ട് ചെയ്താലേ പറ്റുള്ളൂ. അടുത്ത റീസ്റ്റാർട്ടിലാണ് കേണലിലേക്ക് ആ മോഡ്യൂൾ ആഡ് ചെയ്ത് വരുന്നത്. അതേസമയം ലിനക്സിനാണെങ്കിൽ ആ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന
കേണലിൽ തന്നെ നമുക്ക് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിനെ റീസ്റ്റാർട്ട് ചെയ്താൽ മതി, ഇത് റീസ്റ്റാർട്ട് ആവും. അപ്പോൾ ഡെബിയൻ സിസ്റ്റംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം സ്വിച്ച് ഓഫ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഡെബിയൻ സിസ്റ്റംസ് ഉണ്ട്. കാരണം ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിൻഡോസ് എത്ര കമ്പനിക്കാരുണ്ടാക്കുന്നുണ്ട്? ഒരു കമ്പനിയിലുണ്ടാകുന്നു അല്ലേ, മൈക്രോസോഫ്റ്റ്. ലിനക്സ് എത്ര കമ്പനി ഉണ്ടാക്കുന്നുണ്ട്? 100 കണക്കിന് ലിനക്സ് ഉണ്ട്. അതെന്താ വ്യത്യാസം? ഇത് ഒരേ ഒരു വിൻഡോസ് മാത്രം, ഇത് പല പല ലിനക്സ്. അവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ കേണൽ എന്ന് പറയുന്ന പാർട്ടാണ്. കേണൽ എന്ന് പറഞ്ഞാൽ ലിനക്സ് കേണലാണ് കോമൺ ആയിട്ടുള്ള സാധനം ഇവർക്ക് എല്ലാവർക്കും. കേണൽ എന്ന് പറഞ്ഞാൽ ഈ ഹാർഡ്വെയർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പാർട്ട് ആ സോഫ്റ്റ്വെയർ കോമൺ ആണ് എല്ലാ ലിനക്സിനും. പിന്നെ എന്താ വേണ്ടത്? യൂസർ എക്സ്പീരിയൻസിന് വേണ്ടി പല പല പ്രോഗ്രാംസും പല പല വിഷ്വൽ ഇന്റർഫേസസ് ഒക്കെ ഉണ്ടാവും. അതിലാണ് ചേഞ്ച്. അത് ഓരോരുത്തർക്കും അവരവരുടെ മനോധർമ്മം അനുസരിച്ച് അവരവർക്ക് ഞങ്ങളുടെ OS-ന് ഇന്ന ഫംഗ്ഷനാലിറ്റി ഉണ്ട്, അങ്ങനെയുള്ള കുറെ യൂസർ ഫംഗ്ഷനാലിറ്റീസ് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ ഇന്റേണലി എല്ലാ ലിനക്സും ഒന്ന് തന്നെയാണ്. ലിനക്സ് ടോവാൾസ് എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോഴും ലിനക്സിന്റെ കേണൽ റിലീസ് ചെയ്യുന്നത്. പുള്ളിയാണ് അത് എഴുതി ഉണ്ടാക്കിയത്. കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് എഴുതി ഉണ്ടാക്കിയതാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ഗ്രൂ ലിനക്സും ഈവൻ റെഡ് ഹാറ്റ് ആയാലും എന്ത് ലിനക്സ് ആയാലും ആ ഒരു കേണലിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറുകളുടെ സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങളൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് പാട്ട് കേൾക്കാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാവും, സിനിമ കാണാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാവും, പടം വരയ്ക്കാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാവും. അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകളെല്ലാം ഉപയോഗിക്കുന്നത് ഒരേ സാധനങ്ങൾ തന്നെയാണ്. മെമ്മറി, ഹാർഡ് ഡിസ്ക്, പ്രോസസ്സർ, ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും ആവശ്യം. അപ്പോൾ എല്ലാവർക്കും ഒരേ സാധനങ്ങൾ ആവശ്യമായിരുന്നാൽ എല്ലാവരും കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആർക്ക് എന്തൊക്കെ കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവിടെ ഒരു മാനേജ്മെന്റ് സിസ്റ്റം വേണം. 10 പ്രോഗ്രാം ഉണ്ട്. ഈ 10 പേർക്ക് മെമ്മറി വേണമെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും വീതം വെച്ച് കൊടുക്കാനായിട്ട് ഒരാളവിടെ വേണം. അപ്പോൾ അതിനു വേണ്ടി ഒരു സോഫ്റ്റ്വെയർ വേണം. സോഫ്റ്റ്വെയറുകളെ മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ വേണം. അതിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ലോകത്ത് ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡെബിയൻ. ഇത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. എന്തായിരുന്നു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിച്ചത്? ഈ നിങ്ങൾ കുട്ടികളാണത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതാണോ? ഫ്രീ ആയിട്ട് കിട്ടും അല്ലേ? അപ്പോൾ ഫ്രീ ഐസ്ക്രീം എന്നുള്ള അർത്ഥത്തിലാണോ ഈ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? ആ ഒരു ചേഞ്ചാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫ്രീ എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കാതെ കിട്ടുന്ന സാധനം എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഫ്രീ ടു ചേഞ്ച്, ഫ്രീ ടു സ്റ്റഡി, ഫ്രീ ടു സെൽ, അവിടെ എല്ലാ ഫ്രീഡം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ നിങ്ങൾ വാങ്ങുമ്പോഴേക്കും അതിൻ്റെ പർപ്പസ് പറഞ്ഞ് വാങ്ങണം. ഇത് എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കേണ്ട സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞ് നിങ്ങളൊരു സോഫ്റ്റ്വെയർ വാങ്ങിക്കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഒരിക്കലും നിങ്ങളൊരു റോക്കറ്റ് വിടുകയാണ്. ആ റോക്കറ്റിനകത്തൊരു കൺട്രോൾ സിസ്റ്റം വേണം. ഈ സോഫ്റ്റ്വെയർ എടുത്ത് നിങ്ങൾക്ക് അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ ലൈസൻസ് സമ്മതിക്കില്ല, പാടില്ല. എന്ത് പർപ്പസിനാണോ ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നത് ആ പർപ്പസിന് തന്നെ ആയിരിക്കണം അത് ഉപയോഗിക്കുന്നത്. അത് മറ്റൊരു പർപ്പസിലേക്ക് മാറ്റാൻ പാടില്ല. ഇത് നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ സാധനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് നിങ്ങളൊരു കാർ വാങ്ങിയിട്ട് ആ കാറിനകത്ത് മീൻ കയറ്റാൻ പാടില്ല എന്ന് കമ്പനിക്കാർ പറയാണ്. നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയത് അതിനകത്ത് മീൻ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? അതേസമയം സോഫ്റ്റ്വെയറിൽ അത് സമ്മതിച്ചു കൊടുക്കും. നിങ്ങൾ ഡെസ്ക്ടോപ്പിനായിട്ട് മേടിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഉപയോഗിച്ചോണം, വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതാണ് ഒന്നാമത്തെ സ്വാതന്ത്ര്യമില്ലായ്മ. നമ്മളൊരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്വാതന്ത്ര്യമില്ലായ്മ അതാണ്. ഇനി നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയറിനെ പറ്റി പഠിക്കണം. അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? ഒരു ബട്ടൺ ഞെക്കുമ്പോഴേക്കും ഇവിടെ ഇത് വരുന്നു, ഇത് എങ്ങനെ വരുന്നു? നിങ്ങൾക്ക് പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള സോഴ്സ് കോഡ് അവൈലബിൾ ആവണം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എഴുതിയിരിക്കുന്ന കോഡ് നിങ്ങൾക്ക് കിട്ടണം. അത് ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് കിട്ടിയാൽ പോലും അത് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല. അപ്പം പഠിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പിന്നെ എന്തോ അടുത്തത്, നിങ്ങൾക്ക്
ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ വരുന്നതിനേക്കാൾ അത് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ കുറെ കൂടെ മനോഹരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കോഡിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇത് മാറി ഇത് ഇപ്പുറത്ത് വരും. അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിൽ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോയി. ഇനി നിങ്ങൾ ചേഞ്ച് ചെയ്ത് കുറേ ചേഞ്ചുകൾ നിങ്ങൾ വരുത്തി കഴിഞ്ഞപ്പോഴേക്കും ഇത് കാണാൻ നല്ല രസമുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരെ വന്ന് നോക്കിയപ്പോഴേ പറയും ഇത് നല്ല രസമുണ്ടല്ലോ, എനിക്ക് ഈ സാധനം തരുമോ, ഞാനൊരു 500 രൂപ തരാം. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അങ്ങനെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റത്തില്ല. കാസിമം തരുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നിങ്ങൾക്കത് ചൂഴ്ന്ന് നോക്കാം, അതിനകത്ത് എന്തോ ഉണ്ടെന്ന് നോക്കാം, അതിനെ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്ത സാധനം പണത്തിന് വിൽക്കാം. പണം വാങ്ങിയിട്ട് തന്നെ നിങ്ങൾക്ക് വിൽക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വിൽക്കുന്ന സമയത്ത് ഒരു കണ്ടീഷനുണ്ട്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ വിൽക്കുമ്പോൾ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ കുറേ ചേഞ്ച് വരുത്തിയല്ലോ, ആ ചേഞ്ചിന്റെ കോഡ് എൻ്റെ പോക്കറ്റിലിരിക്കട്ടെ, അത് ഞാൻ കൊടുക്കത്തില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല. നിങ്ങളത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ആ ചേഞ്ചും കൂടെ അയാൾക്ക് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. അതാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ലൈസൻസ് പറയുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ള കൺസെപ്റ്റ് അല്ല. ആണോ? ഫ്രീ എന്നുള്ള അർത്ഥത്തിൽ കുറച്ചുകൂടെ വലിയ അർത്ഥത്തിലാണ്. ഫ്രീ തിങ്കർ എന്ന് പറയുന്നത് പോലെ സ്വതന്ത്ര ചിന്താഗതി. അതേമാതിരി സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയറിനെ പഠിക്കാനും ചേഞ്ച് ചെയ്യാനും വേണമെങ്കിൽ കൊമേഴ്സ്യലാക്കാനും ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നുകൊണ്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അത്തരത്തിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡെബിയൻ. ഇപ്പോഴും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെബിയനാണ് ഇത്രയും കാലമായിട്ട്. ഉബുണ്ടു ആരെങ്കിലും ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അടുത്ത കാലത്ത്? ഉബുണ്ടു ഫ്രീ ആണ്, പക്ഷെ എന്നാലും ഇപ്പൊ കുറച്ച് കാശ് യോജിച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഭംഗിയുള്ള ഡെസ്ക്ടോപ്പ് വേണമെങ്കിൽ $2, അതിന് ഒരു സാധനം വേണമെങ്കിൽ $2. ഈ $2 കൂടെ കൂട്ടി അവസാനം $16. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ബട്ടണെല്ലാം പിടിച്ച് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉബുണ്ടു കിട്ടും. ഉബുണ്ടു ഇപ്പോഴും ഫ്രീ തന്നെയാണ്, പക്ഷെ അവരും അതിന്റെ കൊമേഴ്സ്യൽ സൈഡിലേക്ക് വന്നു തുടങ്ങി. ഉബുണ്ടുവിന്റെ മീനിങ് അറിയോ? ഉബുണ്ടു എന്ത് വാക്കാന്നറിയാം? ആഫ്രിക്കനാണ്. ഹ്യൂമാനിറ്റി ടു ഓൾ, അതാണ് ഉബുണ്ടു എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോൾ കൊമേഴ്സ്യൽ ആയിട്ടുള്ള താല്പര്യങ്ങൾക്ക് അതീതമായിട്ടാണ് ഡെബിയൻ നിൽക്കുന്നത്. ഇനി ഞങ്ങൾക്കൊരു ഡേറ്റാ സെന്റർ ഉണ്ട് KCBയിൽ. ആ ഡേറ്റാ സെന്റർ വന്നപ്പോൾ ആ ഡേറ്റാ സെന്ററിലുള്ള ഏതാണ്ട് 70ഓളം സെർവർ കമ്പ്യൂട്ടറുകളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് എനിക്ക് വെക്കാൻ താല്പര്യം ഡെബിയൻ ആയിരുന്നു. പക്ഷേ ഒരെണ്ണത്തിൽ പോലും ഡെബിയൻ ഇല്ല, എല്ലാം റെഡ് ഹാറ്റ് ആണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു തേർഡ് ഏജൻസി, നമ്മളെ വേറൊരു കമ്പനിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ സപ്പോർട്ടുള്ള ഒരു സിസ്റ്റത്തിനെ മാത്രമേ അവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്കുള്ളൂ. അങ്ങനെ സംഭവിച്ചതാണ്. പക്ഷേ ഡെബിയൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്താൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഡെബിയൻ ഈ വാണിജ്യ താല്പര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഈ വാണിജ്യ താല്പര്യമുള്ള ആൾക്കാരുമായിട്ടൊരു ടേംസ് ഉണ്ടാവത്തില്ല. ഇതിനകത്തുണ്ട് ചില കാർഡുകൾ, ചില നെറ്റ്വർക്ക് കാർഡ് ഉണ്ടാക്കുന്ന കമ്പനിക്കാർ, അവര് ഇതിന്റെ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവറിന്റെ സോഴ്സ് കോഡ് റെഡ് ഹാറ്റിന് മാത്രമേ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ റെഡ് ഹാറ്റ് ബേസ്ഡ് സിസ്റ്റത്തിന് വേണ്ടി മാത്രമേ അവർ ഇറക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇത് ഓപ്പൺ അല്ലാത്ത ഒരു സാധനം ഉണ്ടെങ്കിൽ ഡെബിയന്റെ റിലീസിനകത്ത് ഇത് വെക്കാൻ പറ്റത്തില്ല. ഇത് കോപ്പി റൈറ്റഡ് ആണെന്ന് മറ്റേ കമ്പനി പറയുകയാണ്, ഇത് കോപ്പി റൈറ്റഡ് സോഫ്റ്റ്വെയർ ആണെന്ന് പറയുകയാണെങ്കിൽ ഡെബിയന് ലീഗലി ആ സോഫ്റ്റ്വെയർ ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഡെബിയൻ സിസ്റ്റത്തിൽ ഈ പറഞ്ഞ പർട്ടിക്കുലർ നെറ്റ്വർക്ക് കാർഡിന്റെ ഒരു ഡ്രൈവർ അവൈലബിൾ അല്ലാതാവും. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാതാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം ഡെബിയന് നിലനിൽക്കുന്നുണ്ട്. കാരണം ഡെബിയന് ഇപ്പോഴും സോഴ്സ് കോഡ് കൊടുക്കാത്ത ഒരു കമ്പനി എനിക്കറിയാം. ബ്രോക്കേഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ഫൈബർ ചാനൽ കാർഡുണ്ട്. അതിനിപ്പോഴും കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴും അതിന്റെ സോഴ്സ് കോഡ് ഡെബിയന് കിട്ടിയിട്ടില്ല. ഡെബിയൻ സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അത്തരത്തിലൊരു ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഡെബിയൻ ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നത്. ഓക്കെ,
ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? ഇങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട് ഡെബിയന്. ആ കൂട്ടായ്മ കൊണ്ടാണ് ആക്ച്വലി ശരിക്കും KSEB പോലും കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ പോകുന്നത് ഇങ്ങനെ ഒരു കൂട്ടായ്മ അവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഇത് മനസ്സിലായോ? ഡെബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഓണേഴ്സ് അല്ലെങ്കിൽ അത് ആ പ്രോഗ്രാം ഡെവലപ്പേഴ്സ് ഇവർ ചിലപ്പോൾ തമ്മിൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ലോകത്തിന്റെ ഓരോ കോർണറിൽ ഇരിക്കുന്നവരാണ്. അവര് ഈ മെയിലിംഗ് ലിസ്റ്റ് വെച്ചിട്ടാണ് ഓരോ ആൾക്കാരെ ഇലക്ട് ചെയ്യുന്നത്. ആരാണ് പ്രോജക്ട് ലീഡറായിട്ട് വരേണ്ടത്. അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ കൂടെയാണ് ഇതിന്റെ ലീഡറെ തിരഞ്ഞെടുക്കുന്നത്. 3-ൽ 2 അംഗങ്ങൾക്ക് ലീഡറെ തിരുത്താം. ഡെബിയൻ 3 തരം ഡെബിയൻ ഉണ്ട്. ഈ വാക്ക് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? LTS. ലോങ് ടേം സപ്പോർട്ടഡ്. ഉബുണ്ടുവിന്റെ 10.4, 12.4, ഇനി വരാൻ പോകുന്ന 16.4 ഇതൊക്കെയാണ് ലോങ് ടേം സപ്പോർട്ട്. അതാണ് കൂടുതൽ കാലം അവർ സപ്പോർട്ട് പാക്കേജസ് അവർ തരും. അതിനിടയ്ക്കുള്ള റിലീസുകൾ അത്രയും നീണ്ട കാലത്തേക്കുള്ള സപ്പോർട്ട് ഉണ്ടാവില്ല. ഇന്ന് റിലീസ് ചെയ്യുന്ന ഡെബിയന്റെ പേര് ജെസ്സി എന്നാണ്. ഇതിന് മുമ്പുണ്ടായിരുന്നത് സ്കീസ് എന്നായിരുന്നു. VC ആയിരുന്നു അല്ലേ? തൊട്ട് മുമ്പേ VC ആയിരുന്നു. അതിനു മുമ്പുള്ളത് സ്ക്വീസ് എന്നായിരുന്നു. എന്തുവാ ഈ പേരുകളൊക്കെ? ഈ സിഡ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഒരേ പേര് തന്നെ ആയിരിക്കും. പക്ഷെ അതാണ് ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റാണ് എപ്പോഴും. അതെ, ഇത് ടോയ് സ്റ്റോറി എന്ന ഹോളിവുഡ് കാർട്ടൂൺ സിനിമയിലെ കളിപ്പാവകളുടെ പേരാണ്. കാർട്ടൂണിലെ ഓരോ ക്യാരക്ടേഴ്സിന്റെ പേരാണ് ഈ സ്ക്വിഡ്, സ്ക്വീസ്, ജെസ്സി എന്ന് പറയുന്നത്. ഇത് വെച്ചിരിക്കുന്നത് പുതിയ ബാക്ടീരിയ കേൾക്കുന്നത് ഇവിടെയാണ്. ഇതെന്ന് പറയുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബക്രി ഒന്നും ആയിരിക്കത്തില്ല. പുതിയ പാക്കിംഗ് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പല യൂസേഴ്സിനും യൂസ് ചെയ്ത് ഇതിനകത്തുള്ള ബഗ് അവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബഗ്ഗുകളെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് സേവ് ആയി തോന്നി കഴിഞ്ഞാൽ ഇത് അടുത്ത സ്റ്റേജിലോട്ട് മാറ്റും. ടെസ്റ്റിംഗിന് വന്ന സ്റ്റേബിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സ്റ്റേബിൾ മാറ്റി. ശ്രദ്ധാക്കി നേരം ഇതുപോലെ ഉണ്ടാക്കുന്നത്. ശ്രദ്ധാക്കി ഉണ്ടാക്കുന്നത് ഫെഡോറ 4 പറയുന്നത് അതാണ് അതിന്റെ ഒറിജിനൽ. അത് ശരിക്കും അതാണ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഫെഡോറ 4 ആണ്. ഫെഡോറ 4 ഈ കമ്മ്യൂണിറ്റി ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് സ്റ്റേബിൾ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ റെഡ് ഹാറ്റ് എല്ലാം അവരുടെ കമ്പനിയുടെ പേരിൽ റെഡ് ഹാറ്റ് അവരെ ടെസ്റ്റ് ചെയ്യും. നമ്മളെ പോലെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ആക്ച്വലി ചെയ്യുന്നത്. അതിനാൽ റെപ്പോസിറ്ററി കൺസെപ്റ്റ് റെപ്പോസിറ്ററി പറഞ്ഞത് നമ്മൾ വിൻഡോസ് ബാക്കിൽ എങ്ങനെ കാശ് കൊടുത്ത CD ആണ് കമ്പനി, സോഫ്റ്റ്വെയർ കമ്പനിക്കാർ ഒരു CD. അപ്പൊ ആ CD ഇൻസ്റ്റാൾ ചെയ്യും. പക്ഷെ മുഴുവൻ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റിന്റെ ആവശ്യം ഒരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് CD തരേണ്ട കാര്യമില്ല. അതുപോലെ ആദ്യം തരുന്ന CD തന്നെ എല്ലാം ഉണ്ടാവാം. എന്തായാലും വേറെ ടെക്നിക്കാണ്. ഏതെങ്കിലും ഒരു ഓക്കെ. അപ്പൊ ഇന്റർനെറ്റില് ഏതെങ്കിലും ഒരു സ്പേസിൽ
ഈ സോഫ്റ്റ്വെയർ പാക്കേജുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക. ആവശ്യമുള്ളവർ ഒരു പാക്കേജിൻ്റെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പാക്കേജ് പോയി എടുത്തുകൊണ്ട് വന്നു നമുക്ക് ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ആകെ അറിയേണ്ട എന്താണ് ആ പാക്കേജിൻ്റെ പേര് മാത്രം. ഉദാഹരണത്തിന് നമുക്ക് ഒരു പാക്കേജ് ജിംബ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. അതായത് വിൻഡോസിലെ ഫോട്ടോഷോപ്പിന് തുല്യമായിട്ടുള്ള ലിനക്സിലുള്ള ഒരു പാക്കേജാണ് ജിംബ്. ഈ ജിംബ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഡെബിയനിലെ ആപ്റ്റ് ഗെറ്റ് ഇൻസ്റ്റാൾ ജിംബ് എന്നൊരൊറ്റ ലൈൻ ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവ നേരെ ഇൻ്റർനെറ്റിൽ പോയി ജിംബിൻ്റെ പാക്കേജുകളെല്ലാം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സെലക്ട് ചെയ്യാനായിട്ട് ഇൻ്റർനെറ്റിൽ ഏതെങ്കിലും ഒരു സ്റ്റോറേജിൽ ഏതെങ്കിലും ഒരു സ്പേസ് സ്റ്റോർ ചെയ്ത ഈ പാക്കേജുകൾ ഉണ്ടാവണം. അങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ സെറ്റ് ഓഫ് പാക്കേജുകളാണ് നമ്മളൊരു റെപ്പോസിറ്ററി എന്ന് പറയുക. അപ്പോൾ ഡെബിയന് ഒന്നിൽ കൂടുതൽ റെപ്പോസിറ്ററി എന്ന പാക്കേജ് എടുത്തുകൊണ്ട് വരാം. എന്നാലും ഒഫീഷ്യലി ഡെബിയന് 3 തരത്തിലുള്ള റെപ്പോസിറ്ററി ഉണ്ട്. അതിൽ ഒന്നാമത്തത് ആണ് മെയിൻ. മെയിൻ എന്ന് പറയുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഒഫീഷ്യൽ ഡെബിയൻ എന്ന് പറയുന്നത് ഈ മെയിൻ റെപ്പോസിറ്ററി മാത്രമാണ്. ഇത് കഴിഞ്ഞാലുള്ളത് നോൺ ഫ്രീ, ഫ്രീ അല്ല എന്നാണ്, എന്നാലും കിട്ടും. അപ്പോൾ ഇത് കോപ്പിറൈറ്റഡ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഇത് ഡെബിയൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ ഡെബിയൻ്റെ മെയിൻ റെപ്പോസിറ്ററിയിൽ ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് അവൈലബിൾ ആണ്. അതുകൊണ്ട് നോൺ ഫ്രീ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വെച്ചിട്ട് ഇതും ഡെബിയനകത്ത് കിട്ടും. അപ്പോൾ ഈ വൈഫൈയുടെ ഡ്രൈവർ ഇതെല്ലാം ഓരോ കമ്പനിക്കാരുടെ സ്വന്തമാണ്. ആ വൈഫൈ ഇറക്കുന്ന കമ്പനിക്കാരുടെ സ്വന്തമാണ്. അതൊരിക്കലും ഡെബിയൻ്റെ ഭാഗമായിട്ട് ഡെബിയന് പറയാൻ പറ്റില്ല. അതെല്ലാം നോൺ ഫ്രീ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഡെബിയൻ അത് ചെയ്തിരിക്കുന്നത്. ഡെബിയനെ FSF ശുപാർശ ചെയ്യാതിരിക്കാനുള്ള കാരണം എങ്ങനെയാണ്? ഡെബിയനകത്തൊരു ഫയർഫോക്സ് കണ്ടിട്ടുണ്ടോ? ഡെബിയനകത്ത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഫയർഫോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കാണാൻ പറ്റത്തില്ല. പകരം അവിടെ ഐസ് വീസൽ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് ഉണ്ടാവുക. ആക്ച്വലി ഐസ് വീസൽ ഈസ് ഈക്വൽ ടു ഫയർഫോക്സ്. പക്ഷേ ഫയർഫോക്സിനകത്ത് കുറച്ച് ആർട്ട് വർക്കുകൾ ശരിക്കും കോപ്പിറൈറ്റഡ് ആണ്. അപ്പോൾ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ഡെബിയൻ്റെ ഒഫീഷ്യൽ റെപ്പോസിറ്ററിയിൽ വെക്കത്തില്ല. അതുകൊണ്ട് ഫയർഫോക്സിലുള്ള കോപ്പിറൈറ്റ് പാർട്ട് എടുത്തു കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തിനെ ഐസ് വീസൽ എന്നൊരു പേരിൽ, ശരിക്കും ഫയർഫോക്സ് തന്നെയാണത്, ഐസ് വീസൽ എന്നുള്ള രീതിയിലാണ് എന്ന പേരിലാണ് ഡെബിയൻ റിലീസ് ചെയ്തിരിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ പുതിയ പതിപ്പുകൾ കിട്ടാനുള്ള മാർഗം പരീക്ഷിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ സാധാരണ പ്രശ്നങ്ങൾ പരിഹരിക്കാറുള്ളൂ. പുതിയ പതിപ്പുകൾ നേരിട്ട് ചേർക്കാറില്ല. പിന്നെ നേരത്തെ പറഞ്ഞ 3 അല്ലാതെ ബാക്ക്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു റെപ്പോസിറ്ററി ഉണ്ട്. അതൊരു റിലീസ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് സ്റ്റേബിൾ ആവുന്ന ചില സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. അത് ചിലപ്പോൾ റിലീസിൽ ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാനായിട്ട് ബാക്ക്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു റെപ്പോസിറ്ററി ഉണ്ട്. ബാക്ക്പോർട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം സോഫ്റ്റ്വെയർ അവിടെയും കിട്ടും. കാരണം ഈ 2 കൊല്ലത്തെ പീരീഡ് അവിടെ ഉള്ളതുകൊണ്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടേ അടുത്തൊരു റിലീസ് വരുള്ളൂ. ആ 2 കൊല്ലത്തിനിടയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർസ് ഈ ബാക്ക്പോർട്സിലുണ്ടാവും. ഡെബിയൻ്റെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വതന്ത്രമായി വിതരണം ചെയ്യാൻ സാധിക്കണം. സോഴ്സ് കോഡ് ഉണ്ടായിരിക്കണം. മാറ്റങ്ങൾ വരുത്താനും പുതിയ പിരിവുകളും പ്ലഗിനുകളും അനുവദിക്കണം. സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ആളിനെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. ഏതെങ്കിലും ഒരു കൂട്ടത്തിനോട് ആളുകളോട് പക്ഷപാതം കാണിക്കരുത്. ഇതെല്ലാം ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ ഐഡിയോളജീസ് ആണ്. ഇനി നിങ്ങൾക്ക് സ്വതന്ത്ര സോഫ്റ്റ്വെയറിലേക്ക് വരാനോ അല്ലെങ്കിൽ ഡെബിയൻ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുതരാം.